തുടക്കക്കാർക്കും കുട്ടികൾക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ബേസിക്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബേർഡിങ് ആയിരിക്കും നമ്മളിവിടെ കവർ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്റ്റേറിൻ്റെ പേരിലും മറ്റു പാർട്ടിസിപ്പൻസിൻ്റെ പേരിലും ആദവുമായി അഭിജിത്തിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ബ്രിജേഷ്, ഒരു 2 വാക്ക്. നമ്മള് സ്റ്റിയറിന്റെ ക്ലാസ്സുകൾ, വിവിധ വിഷയങ്ങളിലെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഇതിപ്പോ 2ാമത്തെ ക്ലാസ് ആണ്. നേരത്തെ നമ്മൾ ബട്ടർഫ്ലൈസിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ക്ലാസ് നടത്തിയിരുന്നു. ഇതിപ്പോ പക്ഷികളെ കുറിച്ച്, അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷികളെ കുറിച്ചും അങ്ങനെ ഏത് ജീവികളെ കുറിച്ചും, കാണുന്ന എല്ലാ ജീവികളെ കുറിച്ചും ചെറിയ ചെറിയ വീഡിയോകൾ, ക്ലിപ്പുകളാക്കിയിട്ട് റീൽസും മറ്റുമൊക്കെ ആയിട്ട് ഇപ്പൊ അഭിജിത്ത് ഇടുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നുണ്ട്. അദ്ദേഹം ആ ഒരു കുട്ടികൾക്കും അങ്ങനെ എല്ലാവർക്കും രസിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു പ്രസന്റേഷനാണ് അദ്ദേഹം നടത്താറുള്ളത് ആ വീഡിയോയിലൊക്കെ. അതിനേക്കാളും മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ തൂങ്ങിയിട്ട് ഒരു ക്ലാസ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അഭിജിത്തിനെയും ഇതിലേക്ക് ഈ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ള ബാക്കി എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സുഭാഷ്. എല്ലാവർക്കും നമസ്കാരം. ബ്രിജേഷ് ജി പറഞ്ഞ പോലെ ഷിയറിന്റെ മന്ത്ലി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള 2ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മൾ ബട്ടർഫ്ലൈസിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി നമുക്ക് എത്തിയിട്ടുള്ള അഭിജിത്തിന് എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഷോർട്ട് വീഡിയോസ് ഇട്ട് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന അഭിജിത്തിന്റെ ഈ ക്ലാസ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക, സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകല്ലേ? എന്തെയ്യണം? ഇനി സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ, സമയമല്ലോ. അഭിജിത്ത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശബരിയേട്ടൻ, ബെർണാഡ്, അനുചേച്ചി, സുഭാഷ് ഏട്ടനുണ്ട്, സുധേട്ടനുണ്ട്, അനീഷ് ഉണ്ട്, എല്ലാവരോടും കുറെ പേരുണ്ട്, എല്ലാവരെയും പേര് വായിക്കാൻ പറ്റില്ല, എന്നാലും എല്ലാവരോടും ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം, ചെറിയൊരു എക്കോ ഉണ്ട്. ഓക്കെ, അതെ. കേൾക്കാം. ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആയി. അഭിജിത്ത്, ആ സെക്കൻഡ് ഡിവൈസിലെ സൗണ്ട് മ്യൂട്ട് ചെയ്താൽ മതി. എന്റെ വയസ്സിലെ സൗണ്ട് മ്യൂട്ട് ആകാൻ മതി. സെക്കൻഡ് ഡിവൈസിൽ പ്രസന്റേഷൻ മോഡിൽ കയറും, അപ്പൊ ശരിയാവും. ഓക്കെ ഓക്കെ, ക്ലിയർ. എന്താണ് പക്ഷികൾ നല്ല കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാം കാണാം. അപ്പോ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രസന്റേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. ഇപ്പോ പൊതുവെ ശരിക്കും എന്താണ് പക്ഷികൾ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള ഉത്തരമായിരിക്കും ഉണ്ടാവുക. ഇതില് കുട്ടികളുണ്ടോ ബെർണാഡെ? കുട്ടികളില്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ് പക്ഷികൾ? പക്ഷി എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റുമോ? പറഞ്ഞോ, എന്താണ് പക്ഷികൾ? എന്താ കേൾക്കുന്നില്ല?
പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്താണ് ഒരു പറക്കുന്ന ആ, ജീവിയായിട്ട്? പറക്കുന്ന ജീവികളാണ് അല്ലെ പക്ഷികള്. അപ്പൊ പറക്കുന്ന ജീവികളെല്ലാം പക്ഷികളാണോ? അല്ല. അല്ല. അപ്പൊ ചില പക്ഷികളെ എങ്ങനെയാണ് മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? അവർക്ക് എന്തൊക്കെയായിരിക്കും? അവരുടെ ചുണ്ട് വ്യത്യാസമുണ്ട്, പിന്നെ നല്ല ഭംഗിയുണ്ടാവും. ആ, പിന്നെയോ? ഭംഗി പിന്നെ മറ്റുള്ള ജീവികൾക്കും ഭംഗിയുണ്ടല്ലോ അല്ലെ? ആ പിന്നെയോ, വേറെന്തൊക്കെയാ പക്ഷികളെ വ്യത്യസ്തരാക്കുന്നത്? പിന്നെ മുക്ക് പറഞ്ഞു, പിന്നെ നിറങ്ങൾ പറഞ്ഞു, പിന്നെയോ? എന്തൊക്കെയാ? ഞാൻ പറഞ്ഞുതരാം. തൂവലുകളുള്ള, നല്ല നിറത്തിലുള്ള തൂവലുകളുള്ള, അതുപോലെ തന്നെ പല്ലുകളില്ലാത്ത, കൊക്കുകളുള്ള, മുട്ടയിടുന്ന ജീവികളാണ് ആര്? പക്ഷികൾ. എന്തൊക്കെയാ? തൂവലുകളുള്ള, തൂവലുകളുള്ള പല്ലുകളില്ലാത്ത, കൊക്കുകളുള്ള, അതേസമയം മുട്ടയിടുന്ന ജീവികളാണ് പക്ഷികൾ കേട്ടോ. പറക്കുന്ന ജീവികളെല്ലാം പക്ഷികളല്ല. ഓക്കെ അല്ലേ? താങ്ക് യു. അപ്പൊ ഇത് കണ്ടില്ലേ, ഈ രണ്ട് പക്ഷികളൊക്കെ കണ്ടില്ലേ? ഏതൊക്കെയാ പക്ഷികള്? പെൻഗ്വിനും ആ, കിവിയും. പെൻഗ്വിനും കിവിയും ഉണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ട് പക്ഷികൾക്കും പറക്കാൻ കഴിയില്ല അല്ലെ? അപ്പൊ പറക്കുന്ന ജീവികളെല്ലാം എന്തല്ല? പക്ഷികളല്ല. പക്ഷികളുടെ കൂട്ടത്തില് പറക്കാൻ കഴിയാത്ത പക്ഷികളുണ്ട്, പറക്കുന്ന പക്ഷികളും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ വലിപ്പത്തിലും പക്ഷികൾ വ്യത്യസ്തരാണ്. വലിപ്പത്തിലും നിറത്തിലും രൂപത്തിലും എല്ലാ പക്ഷികളും വ്യത്യസ്തരാണ്. അപ്പൊ ഇതില് ഇടത് സൈഡിലുള്ളത് നമ്മുടെ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്ന നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പക്ഷിയാണ്. അതേസമയം നിങ്ങൾ വലത്തെ സൈഡിൽ ഒരു പക്ഷിനെ കണ്ടോ? അതേത് പക്ഷിയാന്ന് പറയാൻ പറ്റുമോ? ഹമ്മിങ് ബേർഡ്. യെസ്, വെരി ഗുഡ്. ഹമ്മിങ് ബേർഡ് അല്ലെ? അപ്പൊ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ്. അപ്പൊ പക്ഷികളിലെ വലിപ്പത്തിലും രൂപത്തിലും നിറത്തിലും ഒക്കെ എന്തുണ്ട്? വ്യത്യസ്തരാണ്. അപ്പൊ ഇവിടെ നമുക്ക് പക്ഷികളുടെ കൂടുകൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? ആദ്യം കൊടുത്തിരിക്കുന്നത് കാക്കയുടെ കൂടാണ് അല്ലെ? തൊട്ടിപ്പറുള്ളത് കുരുവിയുടെ കൂട്. പിന്നെ ഇപ്പറോ ചരലില് ഒരു മുട്ട, അവിടെ കണ്ടോ? മുട്ട കണ്ടോ? 4 മുട്ടകൾ കണ്ടോ? അപ്പൊ ഇത് പക്ഷികളുടെ കൂടുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷികള് കൂട് നിർമ്മാണത്തില്, അല്ലെങ്കിൽ പക്ഷികൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കൂടുകള് വ്യത്യസ്തമാണ്. അപ്പൊ ആദ്യം കണ്ട് കൂടുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാ? എന്താ ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ട്. ചുള്ളിക്കമ്പുകൾ വെച്ചിട്ട് മരത്തിന്റെ ചില്ലയിലാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം തൊട്ടപ്പുറം ഇരിക്കുന്ന കൂടോ, കുരുവിയുടെ കൂട് എങ്ങനെയുള്ളത്? അത് ചുള്ളിക്കമ്പുകൾ വെച്ചാണ്, പക്ഷെ മരത്തിന്റെ അറ്റത്ത് തൂങ്ങിയിട്ടാണ്. തൂങ്ങി കിടക്കുന്ന രീതിയിലാണല്ലേ ഉണ്ടാക്കിയത്? മറ്റേത് ഒരു വൃത്താകൃതിയിൽ ചുള്ളിക്കമ്പുകൾ വെച്ചിട്ടും, തൊട്ടിപ്പുറമുള്ളത് കുരുവിയുടെ കൂട് എന്ന് പറയുന്നത് മരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ചെറിയ നാരുകളും ചകിരികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം തൊട്ട താഴെ ഇരിക്കുന്നത് നമ്മുടെ ചെങ്കണിത്തിത്തിരി എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ കൂടാണ്. അത് കൂടെന്ന് പറയാൻ പറ്റില്ല, മുട്ടയിട്ടിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ പക്ഷികള് ഏകദേശം ഒരു മാസത്തോടെ എടുത്തിട്ട് കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. അതേസമയം യാതൊരു രീതിയിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് കൂടുണ്ടാക്കി മുട്ടയിടുന്ന പക്ഷികളുണ്ട്. ഇപ്പൊ കാക്കയുടെ കൂട് കണ്ടില്ലേ? ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ഒരു കാക്ക കൂടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തേൻകുരുവി ഒക്കെ കൂടുണ്ടാക്കുന്നത് ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടാണ് കൂടുകൾ ഉണ്ടാക്കുന്നത്. അതേസമയം നിങ്ങൾ ചെങ്കണിത്തിത്തിരിയുടെ കൂട് കണ്ടില്ലേ? അവിടെ ചരലില് മുട്ടയിട്ട് പോയതാണ് അല്ലെ? അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ ഒന്നും ഇല്ലെങ്കിലും സേഫ് ആണ്. അപ്പം പക്ഷികൾ കൂടുണ്ടാക്കുന്നതിലും വ്യത്യസ്തരാണ് കേട്ടോ. ഓക്കെ, ഇതാരാണെന്ന് പറയാവോ? സലീം കുമാർ അല്ല. സലീം കുമാർ അല്ല. ഡോക്ടർ സലീം അലി. യെസ്, വെരി ഗുഡ്. ഡോക്ടർ സലീം അലി അല്ലെ? ആരാണ് അദ്ദേഹം? ആദ്യം ഒരു വേട്ടക്കാരനായിരുന്നു. പിന്നെ ആദ്യം ഒരു വേട്ടക്കാരനായിരുന്നു. പിന്നെയോ? പിന്നെ സലീം അലി ഒരു പക്ഷിയെ വെടിവെച്ചിട്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നി, സങ്കടം. എന്നിട്ട് അതിനെ എടുത്തു കൊണ്ടുപോയിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അങ്കിൾ എന്ത് ചെയ്തു? അങ്കിൾ എന്തായിരുന്നു ചെയ്തത്? BNHS എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് മുംബൈയിലുള്ള. അപ്പൊ അവിടെ പോയിട്ട് അവിടെയുള്ള ഒരു സയന്റിസ്റ്റിനെ ഇദ്ദേഹമായിട്ട് പരിചയപ്പെടുത്തി. അപ്പം എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ പക്ഷികളെ പറ്റിയിട്ട് പഠിക്കാൻ തുടങ്ങി അല്ലെ? പഠിക്കാൻ തുടങ്ങി.
എന്താ മലകളും കടന്നു മോനെ ഏത് ക്ലാസ്സിലാണ് പുഴകളും പഠിക്കുന്നത്? 5-ല്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5-ല്. ഓക്കെ ഓക്കെ. പറഞ്ഞു പിന്നെന്താ? പിന്നെ ഇവര് പക്ഷികളെ തേടി മലകള് ആ. പുഴകളൊക്കെ കടന്ന് പോയി. ഒരുപാട് സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇദ്ദേഹത്തിന് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ബേർഡ് മാൻ ഓഫ് ഇന്ത്യ. ഡോക്ടർ സലീം അലി. യെസ്, വെരി ഗുഡ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡോക്ടർ സലീം അലി ആണ് അല്ലെ? അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 12. ആ നവംബർ 12 നമ്മള് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അപ്പോ ഡോക്ടർ സലീം അലി ഒരു പക്ഷി നിരീക്ഷകൻ മാത്രമല്ല, അദ്ദേഹം എന്താണ്, ഒരു പക്ഷി ശാസ്ത്രജ്ഞൻ കൂടിയാണ് കേട്ടോ. ഒരു പക്ഷി നിരീക്ഷകൻ മാത്രമല്ല, അദ്ദേഹം ഒരു പക്ഷി ശാസ്ത്രജ്ഞൻ കൂടിയാണ്. നമ്മുടെ പക്ഷികളെ പറ്റി പഠിക്കുന്ന ആളുകളെയാണ് നമ്മൾ പഠിക്കുന്ന മേഖലയാണ് നമ്മൾ ഓർണിത്തോളജിസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഓർണിത്തോളജി എന്ന് പറയുന്നത് പക്ഷികളെ പറ്റിയിട്ട് പഠിക്കുന്ന പഠന ശാഖേനെയാണ് ഓർണിത്തോളജി എന്ന് പറയാം. ഓരോ ജീവികളെ പറ്റി പഠിക്കുന്നതിന് ഓരോ പഠന ശാഖകളുണ്ട് കേട്ടോ. അപ്പൊ പക്ഷികളെ പറ്റി പഠിക്കുന്ന പഠന ശാഖയാണ് നമ്മൾ ഓർണിത്തോളജി പറയുന്നത്. അപ്പൊ നമ്മുടെ ഡോക്ടർ സലീം അലി ഒരു പക്ഷി നിരീക്ഷകനും അതേസമയം ഒരു പക്ഷി ശാസ്ത്രജ്ഞനും കൂടിയാണേ. ഓക്കെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ തന്നെ ഡോക്ടർ സലീം അലിയെ പോലെ ഒരു പക്ഷി നിരീക്ഷകൻ ഉണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ കെ നീലകണ്ഠൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ദുചൂടൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ദുചൂടൻ എന്ന് കേട്ടിട്ടില്ല. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി നിരീക്ഷകനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് കേരളത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇന്ദുചൂടനും അതുപോലെ തന്നെ നീലകണ്ഠനും അദ്ദേഹത്തിന് 2 പേരുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ പിന്നെ ഈ ഒരു ബുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് വായിക്കണം കേട്ടോ. ഇതിൽ ഒരുപാട് പക്ഷികളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ പക്ഷി നിരീക്ഷണം ചെയ്യാറുണ്ടോ? പക്ഷികളൊക്കെ വീട്ടിൽ വരുന്ന പക്ഷികളൊക്കെ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ? ഏതൊക്കെ പക്ഷികളാണ് വീട്ടിൽ വരാറുള്ളത്? റെഡ് വിസ്കേർഡ് ബുൾബിള് വരാറുണ്ട്, പിന്നെ റെഡ് വെന്റഡ് ബുൾബിള് വരാറുണ്ട്, പിന്നെ റെയർ ആയിട്ട് പൈഡ് ഹോൺബില് വരും. എവിടെ സ്ഥലം എവിടെയാ? മോന്റെ വീട് എവിടെയാ? മംഗലം. ഓക്കെ. പിന്നെ വേറെ ഏതൊക്കെ പക്ഷികളാണ് വരാറുള്ളത്? കോഴി വേഴാമ്പല് വരും. കോഴി വേഴാമ്പല് വരും അല്ലേ? പിന്നെ വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ്, പിന്നെ ഏഷ്യൻ കോയൽ, പിന്നെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട് അല്ലേ? അപ്പൊ പക്ഷികളെ നിരീക്ഷിക്കാറുണ്ടോ? എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്നൊക്കെ നിരീക്ഷിക്കാറുണ്ടോ? എന്തൊക്കെയാ നിരീക്ഷിച്ചത്? കാര്യങ്ങളാ? കുയില് കാക്കട കൂട്ടിക്കൊണ്ടേ മുട്ടയിടും. മുട്ടയിടും. പിന്നെയോ? പിന്നെ വീട്ടിൽ വരുന്ന ഒരുപാട് പക്ഷികൾ വരാറുണ്ട് അല്ലെ? അപ്പൊ പക്ഷികൾ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പൊതുവായിട്ട് 4 കാര്യങ്ങളാണുള്ളത്. ഒരു പക്ഷിനെ കാണുന്ന സമയത്ത് നമ്മൾ ആ പക്ഷിയുടെ വലിപ്പം, അതേപോലെ തന്നെ ആ പക്ഷിന്റെ രൂപം, ഷേപ്പ്, അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏത് പക്ഷിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, നിറങ്ങൾ പറഞ്ഞില്ലേ, ആ പക്ഷിയുടെ തൂവലുകളുടെ നിറങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏത് പക്ഷിയാണെന്നൊക്കെ മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ പക്ഷികളുടെ സ്വഭാവം. ഇപ്പൊ കാക്കയെ പോലെയല്ലല്ലോ തത്തുള്ളത്, അല്ലെങ്കിൽ ഇപ്പൊ മൈനയെ പോലെയല്ല പ്രാവ് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഓരോ പക്ഷികളുടെ സ്വഭാവങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ പക്ഷികളുടെ ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഏത് പക്ഷിയാണെന്ന് നോക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഹാബിറ്റാറ്റ്, പക്ഷികൾ വസിക്കുന്ന സ്ഥലം. ഇപ്പൊ നമ്മള് വയലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മീൻകൊത്തി പക്ഷിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കൊക്കുകൾ കാണാൻ പറ്റും. അതേസമയം നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത് ഒരുപക്ഷെ മറ്റൊരു തരത്തിലുള്ള പക്ഷികളായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വേഴാമ്പൽ പക്ഷികളാണ് ഉണ്ടാവുക. അവരെ വയൽ പ്രദേശങ്ങളിൽ കാണാറില്ല അല്ലെ? അപ്പൊ അവർ നിൽക്കുന്ന ഹാബിറ്റേറ്റ്, അവരുടെ ഒരു ആവാസ സ്ഥലം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയുള്ള പക്ഷികളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പക്ഷി നിരീക്ഷണം ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഒന്ന്, നമ്മൾ നേരത്തെ നമുക്ക് ബൈനോക്കുലറുകൾ യൂസ് ചെയ്യാം.
ദൂരെയുള്ള പക്ഷികളൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് പക്ഷികളെ നമ്മളെ ഈ വന്യജീവികൾ എന്ന് പറയുന്നത് പക്ഷികളാണെങ്കിലും ഏത് ജീവികളാണെങ്കിലും മനുഷ്യന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത ജീവികളാണ് പിന്നെ വന്യമൃഗങ്ങൾ, പക്ഷികളും. അപ്പോൾ പരമാവധി നമ്മുടെ ഡിസ്റ്റൻസിലായിരിക്കും, കുറെ ദൂരെ ആയിട്ടുണ്ടാവും പക്ഷികൾക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് പറന്നു പോകും. അപ്പൊ നമ്മൾ ബൈനോക്കുലർ ഉപയോഗിച്ചിട്ട് നമുക്ക് പക്ഷികൾ എന്ത് ചെയ്യാൻ പറ്റും, നിരീക്ഷിക്കാൻ പറ്റും. അതേസമയം നമുക്ക് കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്യാമറയിൽ ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പിന്നീട് അതിനെ നോക്കി അതേത് പക്ഷിയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ ഞാൻ നേരത്തെ ബുക്ക് പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള ബുക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ട പക്ഷി ഏതാണെന്ന് നമുക്ക് ആ ബുക്ക് നോക്കിയിട്ട്, ഇപ്പം ബുക്കൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും അല്ലെ, ബുക്കൊക്കെ വായിക്കല് കുറവല്ലേ. ഒരു ബുക്ക് ഉണ്ട് മൊബൈൽ ഫോണിൽ നമുക്ക് പക്ഷികളെ തിരിച്ചറിയാൻ പാകത്തിനുള്ള ആപ്പുകളുണ്ട്. കയ്യിൽ ബുക്ക് ഉണ്ട് അല്ലെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പിന്നെ മൊബൈലുള്ള ഒരു ആപ്പും കൂടെ ഉണ്ട്, മെർലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കിളി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ, കേട്ടിട്ടുണ്ടോ? കിളി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അതിൽ നമുക്ക് പക്ഷിന്റെ പേരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പേരും മലയാളം പേരും അതിന്റെ വിവരണങ്ങളും അതേപോലെ തന്നെ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ആ ഒരു ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ കണ്ട പക്ഷി ഏതാണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല അല്ലെ. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ പക്ഷികളുടെ രൂപങ്ങള് തെരഞ്ഞെടുത്തിട്ട്, ഇപ്പം കൊക്കിന്റെ രീതിയിലുള്ള പക്ഷിയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ കണ്ടില്ല, ഒരു കൊക്കിന്റെ ചിത്രം കണ്ടില്ലേ, ഷേപ്പ് കണ്ടില്ലേ, ആ ഷേപ്പിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള പക്ഷികൾ, അതായത് കൊക്കിന്റെ ആ ഒരു ഷേപ്പിലുള്ള പക്ഷികളുടെ ചിത്രങ്ങളും വിവരണങ്ങളും ഒക്കെ അവിടെ വരും. അപ്പം ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കണ്ട പക്ഷികൾ ഏതാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേസമയം ആ ഒരു ആപ്പിൽ നമുക്ക് പക്ഷിയുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും കേട്ടോ. നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ചില സമയത്ത് നമ്മൾ പക്ഷി നിരീക്ഷണം നടത്തുന്ന സമയത്ത് ചിലപ്പോൾ പക്ഷിയെ കാണുന്നില്ല, പക്ഷികളുടെ ശബ്ദങ്ങളായിരിക്കും കേൾക്കുക. ആ സമയത്ത് അത് ഏത് ശബ്ദമാണെന്നൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് കേട്ടിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പക്ഷികളെ തിരിച്ചറിയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പക്ഷികൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, പക്ഷികൾ നമുക്ക് സേവനങ്ങൾ ചെയ്യുന്നില്ലേ? എന്തൊക്കെ സേവനങ്ങളാണ് പക്ഷികൾ നമുക്ക് ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും? സേവനങ്ങളായിരിക്കും പക്ഷികൾ നമുക്ക് ചെയ്യുക? കാക്ക എന്താ ചെയ്യാറുള്ളത്? കാക്ക എന്താണ് വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റും. വേസ്റ്റ് കഴിക്കും, നമ്മളെ പരിസരം ശുചിയാക്കുന്നുണ്ട് അല്ലെ. പിന്നെയോ? പിന്നെ വേറെന്തൊക്കെ പക്ഷികളെ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യല്? വേഴാമ്പൽ വരും എന്ന് പറഞ്ഞില്ലേ വീട്ടില്, ആ വേഴാമ്പൽ നമുക്ക് എന്ത് സേവന ചെയ്യുന്നത്? ഈ ചിത്രം കണ്ടില്ലേ, ചിത്രത്തിൽ ഒരുപാട് കായകൾ ഉണ്ട് അല്ലെ. ഈ പക്ഷി എന്ത് ചെയ്യും, ആ കായ കഴിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് വിട്ട് അവിടെ കാഷ്ടിക്കും. അപ്പൊ അവിടെ എന്തുണ്ടാവും, ആ വിത്ത് മുളച്ചിട്ട് അവിടെ മറ്റൊരു ചെടി ഉണ്ടായി മരം ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പം അല്ലെങ്കിൽ വിത്ത് വിതരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷികള് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കാക്ക എന്ത് ചെയ്യുന്നുണ്ട്, കാക്ക പോലുള്ള പക്ഷികള് നമ്മുടെ പരിസരങ്ങള് ശുചിയാക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം തേടുന്നതാണെങ്കിൽ പോലും മലിനമായി കിടക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാക്കകള് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ആ ഒരു പരിസരം ശുചിയാക്കുന്നുണ്ട്. ഇതുകള് ഈ പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചിട്ട് ആഹാരമാക്കുന്നുണ്ട്. അപ്പൊ ഇലകളെ പിടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ സേവനം ചെയ്യുന്നില്ലേ. നമുക്ക് എലിപ്പനി വരാറുണ്ട് അല്ലെ. എലിപ്പനിയൊക്കെ പകരുന്ന ഇത്തരത്തിലുള്ള എലികളെ പോലുള്ള ക്ഷുദ്രജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതില് പരുന്തുകളും അതുപോലെ തന്നെ മൂങ്ങകളും കൂമന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്ലൈഡ് മാറി. ഇതുണ്ടോ, ഇതൊരു മീൻകൂമൻ എന്ന് പറയുന്ന പക്ഷിയാണ്. അതിന്റെ അടിയിൽ കാലിന്റെ അടിയിൽ കണ്ടോ ഒരു എലിയെ കടിച്ചു കൊണ്ടുപോകുന്നു. ബ്രൗൺ ഫിഷ്, വെരി ഗുഡ്. അപ്പൊ ഇത്തരത്തിലുള്ള മൂങ്ങകള് എന്ത് ചെയ്യുന്നുണ്ട്, മൂങ്ങകളുടെ ഒക്കെ ുന്നുണ്ട്. അത് രോഗം പരത്തുന്നത് മാത്രമല്ല, എലികളെ നിയന്ത്രിക്കുന്നത് രോഗം പരത്തുന്നത് ഒഴിവാക്കുന്നത് മാത്രമല്ല, ഇപ്പം നമ്മുടെ കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷിയൊക്കെ ഇപ്പം കപ്പ അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഈ എലികൾ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്, എണ്ണം നിയന്ത്രിക്കുന്നതില്
ആ പക്ഷികളെ നമ്മുടെ ചിത്രശലഭങ്ങൾ അതുപോലെ തന്നെ തേനീച്ചകളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളതെങ്കിലും പക്ഷികളും അതിൽ ഒരു പ്രധാന ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ വീട്ടിലൊരു പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കീടങ്ങളൊക്കെ കഴിക്കുന്നത് നേരത്തെ വീട്ടിൽ വരാറുണ്ട്. ബുൾബുൾ വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ ചെടികളുടെ മുകളിലൊക്കെ ഉള്ള ചെറിയ പൂക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ആഹാരമാക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ കീടങ്ങളൊക്കെ ഈ പക്ഷികള് നിയന്ത്രിച്ചു നമുക്ക് സേവനം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാക്കയും അത്തരത്തിലുള്ള ചെറിയ ജീവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരിസരം ശുചിയാക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് ദേശാടന പക്ഷികളെ പറ്റി പറയാം. ദേശാടന പക്ഷിനെ കണ്ടിട്ടുണ്ടോ? ദേശാടന പക്ഷികളെ കണ്ടിട്ടുണ്ടോ? ദേശാടന പക്ഷികൾ ഇപ്പൊ ഈ ഒരു ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ദേശാടന പക്ഷികൾ വരാറുണ്ട് അല്ലെ? ദേശാടനം ചെയ്ത് പക്ഷികൾ വരാറുണ്ട്. അതില് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നതാണല്ലോ നമ്മൾ ദേശാടനം എന്ന് പറയാം. അപ്പൊ എന്തിനായിരിക്കും പക്ഷികൾ ദേശാടനം ചെയ്യുന്നത്? ഒരു സ്ഥലത്തുനിന്ന്, അതായത് ഇപ്പൊ പ്രതികൂല കാലാവസ്ഥ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല മഞ്ഞുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആ പക്ഷി തണുപ്പിനെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്തേക്ക് ദേശാടനം ചെയ്ത് വരാറുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെ ഒക്കെ ലഭ്യത കുറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത് മാമന്റെ വീട്ടിലോ അല്ലെങ്കിൽ മാമിന്റെ വീട്ടിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കും അല്ലെ? അതേപോലെ തന്നെ പക്ഷികൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് ഭക്ഷണം അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഭക്ഷണം കണ്ടെത്തും. അതേപോലെ തന്നെ പ്രജനനം, അതായത് കൂടുണ്ടാക്കി മുട്ടയിട്ട് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദേശാടനം ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്, ദേശാടനം ചെയ്യുന്നത്. ഒന്ന്, പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കൂട് കൂട്ടി മുട്ടയിട്ട് കുട്ടികളെ, അതായത് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതികൂല കാലാവസ്ഥ, ഭക്ഷണത്തിന്റെ ലഭ്യത, ഈ 3 കാര്യങ്ങൾ കേട്ടോ. അപ്പോ എല്ലാ പക്ഷികളും ദേശാടനം ചെയ്യുന്നുണ്ടോ? എല്ലാ പക്ഷികളും ദേശാടനം ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മള് ഇതിൽ കണ്ടോ, ഇതിൽ ഒരുപാട് പക്ഷികളുണ്ട് ഇങ്ങനെ എന്നാല് നമ്മുടെ വീട്ടിലൊക്കെ വരാറുള്ള നമ്മുടെ മണ്ണാത്തിപ്പുള്ളി അല്ലെങ്കിൽ കരിയില പക്ഷി എന്നൊക്കെ പറയുന്ന പക്ഷികൾ നമ്മളെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് അല്ലെ? അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ദേശാടനം ചെയ്യുന്നില്ല കേട്ടോ. എല്ലാ പക്ഷികളും ദേശാടന പക്ഷികളല്ല. ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന മണ്ണാത്തിപ്പുള്ള അതുപോലെ തന്നെ കരിയില പക്ഷികൾ പോലുള്ള ചെറിയ പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുറച്ച് പക്ഷികളൊക്കെ ജീവിതാവസ്ഥ, അതായത് ജനനം തൊട്ട് മരണം വരെ ഒരു ചെറിയൊരു ചുറ്റളവിൽ, ചെറിയൊരു ഏരിയയിൽ മാത്രമായിട്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. അതായത് അവര് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ദേശാടനം ചെയ്തു പോകുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ വീട്ടിൽ വരുന്ന ഒരു കരിയില പക്ഷി എന്ത് ചെയ്യും, നമ്മൾ ഒരു 5-8 വീടിന്റെ ആ ഒരു ചുറ്റളവിൽ തന്നെയായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു വലിയ ഒരുപാട് ദൂരത്തേക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പക്ഷികളെ ദേശാടനം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതുണ്ട്, ഇതൊരു പക്ഷി, ഇത് നമ്മുടെ ദേശാടന പക്ഷിയാണ്. അപ്പൊ ഒരു പക്ഷി ദേശാടനം ചെയ്യുക പറയുന്നത് പിന്നെ ഈ ചെറിയൊരു 2-3 കിലോമീറ്റർ അല്ല, ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് ഓരോ പക്ഷികളും ദേശാടനം ചെയ്ത് ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾക്ക് വേണ്ടി, അതായത് പ്രതികൂല കാലാവസ്ഥയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കൂടുകൂട്ടി മുട്ടയിടാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷികൾ ദേശാടനം ചെയ്യുന്നു. ഇപ്പൊ ഏകദേശം നമ്പർ കറക്റ്റ് അല്ല, നമ്മുടെ കേരളത്തിൽ ഏകദേശം 560, അതിന്റെ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവാം. ഏകദേശം ഈ ഒരു സ്പീഷീസോളം പക്ഷികളാണ് ഇതുവരെ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കാണാറുള്ള കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ, അവരുടെ പേരുകളൊക്കെ നോക്കാം. ഇത് നമ്മുടെ കാക്കയാണ് അല്ലെ? നമുക്ക് കേരളത്തിൽ 2 ഇനത്തിലുള്ള കാക്കകളാണുള്ളത്. ഒന്ന് പേനക്കാക്ക, അതുപോലെ തന്നെ ബലിക്കാക്ക. കണ്ടിട്ടുണ്ടോ? 2 കാക്കകളെ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ വരാറുണ്ട് അല്ലെ? പെട്ടെന്ന് തന്നെ ഈ 2 കാക്കയെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഹൗസ് ക്രോ എന്ന് പറയുന്ന, പേനക്കാക്ക എന്ന് പറയുന്ന കഴുത്തിന്റെ മുകൾ ഭാഗത്ത് അല്ല അടിഭാഗത്തൊക്കെ ആയിട്ട് ഗ്രേ കളർ, വെരി ഗുഡ്, ഗ്രേ കളറെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ കൊക്കിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ വലിപ്പത്തിൽ നമ്മുടെ പേനക്കാക്ക ഒരല്പം വലിപ്പം കുറവാണ് ബലിക്കാക്കയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബലിക്കാക്ക കുറച്ചുകൂടി നല്ല ഗ്ലേസിംഗ് ഉള്ള, അതായത് നല്ല ലൈറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് നല്ല ഗ്ലേസിംഗ് ഉള്ള തൂവലുകളായിരിക്കും ഉണ്ടാവുക. എന്താ പറഞ്ഞേ? ബ്ലാക്കിഷ്. അതെ, ബ്ലാക്കിഷ്, നല്ലൊരു കളർ ആയിരിക്കും. എന്നാൽ അതേസമയം നമ്മുടെ പേനക്കാക്കയ്ക്ക് അത്ര ഗ്ലേസിംഗ് ഒന്നും ഉണ്ടാവില്ല.
അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പക്ഷി, ഈ രണ്ട് കാക്കകൾ തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ശബ്ദത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ രണ്ട് കാക്കകളുടെ ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള ഒരു പക്ഷിയാണ് കോമൺ മൈന എന്ന് പറയുന്ന പക്ഷി. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് മൈനകൾ ഉണ്ടാവുമായിരുന്നു, വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മൈനകൾ ഒരുവിധം കുറവാണ്. എൻ്റെ നാട്ടിലൊക്കെ കുറവാണ്. പണ്ടൊക്കെ നമ്മുടെ വയലിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് മൈനകൾ കൂട്ടമായിട്ട് പറക്കാറുണ്ടായിരുന്നു. എന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള വയൽ പ്രദേശങ്ങളിൽ നമ്മുടെ കവുങ്ങ് എന്ന് പറയുന്ന മരം ഉണ്ടല്ലോ, കവുങ്ങിന്റെ പൊത്തുകളിലൊക്കെ ആയിരുന്നു കൂടുതലും മൈനകൾ മുട്ടയിട്ടിരുന്നത്. അതുപോലെ തന്നെ തലപോയ തെങ്ങ്, ഇടിവെട്ടുന്ന സമയത്ത് തെങ്ങുകളൊക്കെ കരിഞ്ഞു പോകും. ആ സമയത്ത് അതിലൊക്കെ പക്ഷികൾ വന്നിട്ട് കൂടുണ്ടാകും. അപ്പൊ ഇപ്പത്തെ ഒരു കാലത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തെങ്ങുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലേക്ക് അല്ലെങ്കിൽ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പലരും കട്ട് ചെയ്ത് ഒഴിവാക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള തെങ്ങുകൾ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പക്ഷികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൂടുണ്ടാക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള ഉണങ്ങിയ മരങ്ങളിലാണ് ഈ പക്ഷികൾ എന്ത് ചെയ്യുന്നത്, കൂട് കൂട്ടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മരങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പക്ഷികൾക്ക് കൂടുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ ഇത്തരത്തിലുള്ള മൈനകളെ പോലുള്ള പക്ഷികളുടെ ഒക്കെ എണ്ണത്തിൽ വലിയ രീതിയിൽ കുറവുണ്ടാവുന്നുണ്ട്. ഇതാണോ ഇത് എന്റെ നാട്ടില് തെങ്ങിന് മുകളിൽ കൂടുണ്ടാക്കിയ ഒരു മൈനയായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള തെങ്ങുകളിന്റെ മുകളിലൊക്കെയാണ് പൊതുവെ ഇത്തരത്തിലുള്ള മൈനകൾ കൂടുണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മരങ്ങളൊക്കെ നമ്മൾ മുറിച്ചു കളയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷികൾ കൂടുണ്ടാക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ സാഹചര്യമാണ് നഷ്ടപ്പെടുന്നത്. ഇത് മറ്റൊരു മൈനയാണ്, കിന്നരി മൈന എന്ന് പറയും, ജംഗിൾ മൈന എന്ന് പറയും. നമ്മുടെ എന്റെ നാട്ടിലൊന്നും കാണാറില്ല, എന്നാലും ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്. മറ്റു മൈനയെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കണ്ണിന്റെ നിറങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു ക്രസ്റ്റഡൊക്കെ നമുക്ക് കാണാൻ പറ്റും, ചെറിയ കൊമ്പ് പോലെ കണ്ടില്ലേ. പിന്നെ ശബ്ദങ്ങളിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്തരത്തില് നമുക്ക് മൈനകളെ തിരിച്ചറിയാൻ പറ്റും. ഇതിന്റെ മലയാളത്തിലെ പേര് കിന്നരി മൈന എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു മൈനയുണ്ട്, ഇതാണ് കാട്ടുമൈന എന്ന് പറയുന്നത്, ഹിൽ മൈന എന്ന് പറയും. വളരെ മനോഹരമായ ശബ്ദമാണ്. സദേൺ മൈന എന്ന് പറയും. നമ്മുടെ പക്ഷികളെ, നമ്മുടെ വന്യജീവികളെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ആക്കി തിരിച്ചിട്ടുണ്ട് അവരെ സംരക്ഷണാർത്ഥത്തിൽ. അപ്പൊ അതിൽ നമ്മുടെ ഷെഡ്യൂൾ 1 നമ്മുടെ മൈനയെ കൊടുത്തിരിക്കുന്നത്. അത്രയും അതുപോലെ തന്നെ അത്രയും പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു പക്ഷാപ്ലർ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. നമ്മളെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ടാവും അല്ലെ. അപ്പൊ ഇവരെ ഈ ഒരു പക്ഷികളെ നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അത് അങ്ങനെ വിളിക്കുന്നത് പലപ്പോഴും ഒരു 7 എണ്ണങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ 7 നമ്പേഴ്സ് ഗ്രൂപ്പ് ഒക്കെ ആയിട്ടാണ് പലപ്പോഴും. അതായത് പൊതുവെ അങ്ങനെ ഇത്തരത്തിലുള്ള നമ്പർ ഉള്ളത് കൊണ്ടാണ് അവയെ 7 സിസ്റ്റേഴ്സ് എന്നോട് വിളിക്കുന്നത്. പിന്നെ അവര് പൊതുവെ ഗ്രൂപ്പായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഭക്ഷണം തേടി വരുന്നത്. പിന്നെ ഈ കരിയില പക്ഷി അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ ബിൽഡ് ബാബ്ലറും തമ്മിൽ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും 2 പക്ഷികളാണ്. ഒന്ന് പൂച്ചാങ്കിരിയാണ്, മറ്റേത് കരിയില പക്ഷിയാണ്. പൂച്ചാങ്കിരിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് തലഭാഗങ്ങളിലായിട്ട് ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള കളർ ഉണ്ടാവും, അതേസമയം കണ്ണുകളിൽ നല്ല നീല നിറം ഉണ്ടാവും. എന്നാൽ അതേസമയം നമ്മുടെ ജംഗിൾ ബാബ്ലറിൽ ഫുൾ ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് വരുന്നത്. മറ്റേതിന്റെ തലയുടെ ഭാഗത്ത് നിറവ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വലിപ്പത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, നിറത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രമാണ് നമ്മൾ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇതാണ് ആ 2 പക്ഷികളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മണ്ണാത്തിപ്പുള്ളി എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്, ഓറിയന്റൽ മാഗ്പൈ റോബിൻ എന്ന് പറയും. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ടാവും അല്ലെ. വൈകുന്നേരങ്ങളിലൊക്കെ ഇവരുടെ നല്ല മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അല്ലെ, നല്ല പാട്ട് കേൾക്കാറില്ലേ. അപ്പൊ ഇവരും കൂടുണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ ചെറിയ മരത്തിന്റെ കമ്പുകളിലോ ചെറിയ പൊത്തുകളിലൊക്കെയാണ് കൂടുണ്ടാക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ വൈറ്റ് ചീക്ക്ഡ് ബാർബറ്റ് ചിന്നക്കുട്രോ എന്ന് പറയുന്ന പക്ഷി. ഇവരുടെ ശബ്ദങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, എല്ലാ ദിവസവും കേൾക്കാറുണ്ടാവും അല്ലെ. കുട്ടൂർ എന്നുള്ള ശബ്ദം. അപ്പൊ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഏത് പക്ഷിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെ. അപ്പൊ പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏതായത് പക്ഷിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇത് എന്റെ വീട്ടിലെ പപ്പായ പഴുക്കുന്ന സമയത്ത് ചിന്നക്കുട്ടർ വന്നിട്ട് കഴിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടോ, ഇത് കണ്ടോ. നേരത്തെ പറഞ്ഞില്ലേ, മരത്തിന്റെ പൊത്തുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഉണങ്ങിയ മരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇത്തരത്തിലുള്ള പക്ഷികൾക്ക് കൂടുണ്ടാക്കാൻ കഴിയില്ല.
പിന്നെ ഇത് റെഡ് വിസ്കേഡ് ബുൾബിൾ, അതേപോലെ തന്നെ റെഡ് വെൻഡഡ് ബുൾബിളും, ഇരട്ട തലച്ചും, അതുപോലെ തന്നെ നാട്ടു ബുൾബിളും. ഇത് രണ്ടും ഇത് ഒരു അറിയാത്തതുണ്ട്. ഇത് രണ്ടും രണ്ട് പക്ഷിയാണ് എന്ന് പറയും. അതേസമയം റെഡ് വെൻഡഡ് ബുൾബിൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു തലച്ചിയുടെ കണ്ണിന്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു, അതേപോലെ തന്നെ ബ്രസ്റ്റിന്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വൈറ്റ് ഷെയ്ഡ് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് പക്ഷിനെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ശബ്ദത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണാറുള്ള, കോമൺ ആയിട്ട് കാണുന്ന പക്ഷികളാണ് കേട്ടോ. കണ്ടിട്ടില്ല? പിന്നെ ഇതാ ഈ പക്ഷി കണ്ടിട്ടുണ്ടോ? ഇതാണ് മഞ്ഞച്ചിന്നൻ എന്ന് പറയുന്ന പക്ഷി. ഇതും ബുൾബുളിന്റെ മറ്റൊരു ബുൾബിളാണ്. യെല്ലോ ബ്രൗൺ ബുൾബിൾ എന്ന് പറയും, മഞ്ഞച്ചിന്നൻ എന്ന് പറയും കേട്ടോ. ഇനി നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളിലൊക്കെ സാധാരണയായിട്ട് കാണാറുള്ള മറ്റൊരു പക്ഷിയാണ് റോസ് റിംഗ്ഡ് പാരക്കിറ്റ് അഥവാ മോതിരത്തത്ത എന്ന് പറയും. ഈ മോതിരത്തത്ത എന്ന് പേര് വരാനുള്ള കാരണം ഈ പക്ഷിയുടെ കഴുത്തിന്റെ അവിടെ റിംഗ് പോലെ കണ്ടോ, മോതിരം പോലെ കണ്ടോ? കഴുത്തില് ഒരു റോസ് റിംഗ് പോലെ കണ്ടില്ലേ? അതുകൊണ്ടാണ് ഇതിന് റോസ് റിംഗ്ഡ് പാരക്കിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ഈ തത്തയുടെ, ഈ മോതിര തത്തയുടെ ആൺപക്ഷിക്ക് മാത്രമായിരിക്കും കഴുത്തിൽ റിംഗ് ഉണ്ടാവുക, പെൺപക്ഷിക്ക് റിംഗ് ഉണ്ടാവില്ല. ഈ റോസ് കളർ റിംഗ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് അതിന് ആൺപക്ഷി ഏതാണെന്ന് പെൺപക്ഷി ഏതാണെന്നൊക്കെ തിരിച്ചറിയുന്നത് കേട്ടോ. ഇത് മറ്റൊരു പക്ഷിയാണ് മീൻകൊത്തി ചാത്തൻ എന്ന് പറയും. പക്ഷികളിലെ ഒരു ചാത്തൻ ആണല്ലേ മീൻകൊത്തി ചാത്തൻ. കേട്ടോ, മറ്റുള്ള ചെറിയ ജീവികളൊക്കെ കഴിക്കാറുണ്ട്. ഓന്തിന, ജീവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പക്ഷി ആഹാരമാക്കാറുണ്ട്, മത്സ്യങ്ങളെ മാത്രമല്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് മനുഷ്യരൊക്കെ കാണാതെ നമ്മളെ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഷൈ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. നമ്മളെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് പറന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മീൻകൊത്തി പക്ഷികൾ ഒരുവിധം എല്ലാ മീൻകൊത്തി പക്ഷികളും വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിട്ട് അടിയിലുള്ള മത്സ്യങ്ങളെ, അതായത് പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിനടിയിലൂടെ പോകുന്ന മത്സ്യങ്ങളൊക്കെ കാണാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. അത്രയും നല്ല കാഴ്ച ശക്തിയുള്ള ഒരു പക്ഷിയാണ് ഈ മീൻകൊത്തി പക്ഷികൾ. അപ്പൊ അടിയിലൂടെ പോകുന്ന, വെള്ളത്തിനടിയിലൂടെ പോകുന്ന മത്സ്യങ്ങളുടെ മൂവ്മെന്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പക്ഷികളെ വളരെ വേഗതയിൽ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് ആ വെള്ളത്തിനടിയിൽ നിന്ന് മീനെ കൊത്തി പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് നല്ല വരുന്ന, അല്ലെങ്കിൽ നല്ല ശക്തിയിൽ ചിറകുകൾ അടിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ മീനുകളൊക്കെ കൊത്തിയെടുക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ അത്രയും വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകാൻ പാകത്തിനുള്ള രീതിയിലുള്ള ഷേപ്പ്, അതായത് അത്രയും കൂർത്ത രീതിയിലുള്ള കൊക്കുകളാണ് ഈ മീൻകൊത്തി പക്ഷികൾക്കുള്ളത്. ഇത് മറ്റൊരു മീൻകൊത്തിയാണ്, ചെറിയ മീൻകൊത്തി എന്ന് പറയും, കോമൺ കിങ്ഫിഷർ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങൾ കാണാറുണ്ട്. വളരെ ചെറുതാണ്, കുഞ്ഞു മീൻകൊത്തിയാണിത്. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വയലൊക്കെ പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് എന്താ വളരെ സ്പീഡിൽ ഈ പക്ഷി പറന്നു പോകാൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ മീൻകൊത്തി എന്നാണ് പേര്, കോമൺ കിങ്ഫിഷർ എന്നാണ് പേര്. പിന്നെ ഇത് മറ്റൊരു മീൻകൊത്തിയാണ്, കാക്ക മീൻകൊത്തി എന്ന് പറയും. ഏറ്റവും വലിയ മീൻകൊത്തി സ്റ്റോക്ക് ബിൽഡ് കിങ്ഫിഷർ. നല്ല വരുന്ന രീതിയിലുള്ള ശബ്ദം അവർക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. വേനൽക്കാലത്തൊക്കെ പ്രത്യേകിച്ച് അയൽപ്രദേശത്തൊക്കെ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. നല്ല ഉയർന്ന ശബ്ദമാണ്. പിന്നെ പറക്കുന്ന സമയത്ത് ഏകദേശം ഒരു കാക്കയൊക്കെ പറക്കുന്ന രീതിയിൽ അത്രയും വലിപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കാക്ക മീൻകൊത്തി എന്ന് പറയുന്നത് കേട്ടോ. ഇത് മറ്റൊരു മീൻകൊത്തിയാണ്, പുള്ളി മീൻകൊത്തി, പൈഡ് കിങ്ഫിഷർ. വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു മീൻകൊത്തി പക്ഷിയാണത്. വെള്ള അതുപോലെ തന്നെ കറുപ്പ് നിറങ്ങളിൽ ചേർന്നിട്ട് ഉള്ള മനോഹരമായ ഒരു പക്ഷിയാണ് ഈ ഒരു മീൻകൊത്തി. ഒരുപാട് സമയം അതായത് ആകാശത്ത് ഇങ്ങനെ പറന്ന് നിന്നിട്ട് ചിറകടിച്ച് ഇങ്ങനെ നിന്നിട്ട് അടിയിലുള്ള മത്സ്യങ്ങളൊക്കെ നോക്കിയിട്ട് താഴെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിനടിയിലേക്ക് പോയിട്ട് മത്സ്യങ്ങളെ പിടിച്ച് മുകളിലേക്ക് വരാറുണ്ട്. പിന്നെ മീൻകൊത്തി പക്ഷി അതുപോലെ തന്നെ മരംകൊത്തിയും ഉണ്ട് കേട്ടോ. പലരോടും ഇത് രണ്ടും അങ്ങോട്ടും കൂടെ മാറി പോകാറുണ്ട്. അതായത് കൊക്ക് കാണുന്ന സമയത്ത് രണ്ട് മീൻകൊത്തിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. മീൻകൊത്തി പക്ഷിയുണ്ട്, അതേപോലെ തന്നെ മരക്കൊത്തി പക്ഷിയുണ്ട് കേട്ടോ. കൊക്ക് കാണുമ്പോൾ മാറിപ്പോവാറുണ്ട്. അപ്പൊ ഇത് ഫ്ലെയിം ബാക്ക് വുഡ്പെക്കർ എന്ന് പറയുന്ന വലിയ പന്നി മരംകൊത്തി എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അതേപോലെ തന്നെ ഇത് ലെസർ യെല്ലോ നേക്ക് എന്ന് പറയുന്ന മഞ്ഞപ്പടൽ മരംകൊത്തി. അപ്പോൾ
ഇത് മറ്റൊരു മരംകൊത്തിയാണ്. ചിത്രാംഗകൻ എന്ന് പറയുന്ന ഹാർട്ട് സ്പോട്ടഡ് ഒരു മരംകൊത്തി. വളരെ ചെറിയൊരു മരംകൊത്തിയാണ് കേട്ടോ. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മരംകൊത്തി കൂടിയാണ്. അപ്പൊ ഈ മരക്കൊത്തികളുടെ കൊക്കുകൾ വളരെ ഷാർപ്പാണ്. കാരണം ഇത്തരത്തിലുള്ള മരങ്ങളുടെ കുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് മരങ്ങളെ കുത്തി കുത്തി ഷേപ്പ് ചെയ്ത് റൗണ്ട് ഉണ്ടാക്കി കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ള അത്രയും ഷാർപ്പായിട്ടുള്ള കൊക്കുകളാണ് ഇത്തരത്തിലുള്ള മരംകൊത്തി പക്ഷികൾക്കുള്ളത്. ഇത് മറ്റൊരു പക്ഷിയാണ് അരിപ്രാവ്, സ്പോട്ടഡ് ഡോവ് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്. ഇത് മറ്റൊരു പക്ഷി ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ നാഗമോഹൻ എന്ന് പറയും. പക്ഷി കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ഒരു സമയത്ത് പക്ഷികളുടെ ദേശാടനം ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തണുപ്പ്, അവിടെയൊക്കെ തണുപ്പാവുന്ന സമയത്ത് എന്ത് ചെയ്യും, പക്ഷികൾ നമ്മുടെ നാട്ടിലേക്ക് വരാറുണ്ട്. അപ്പൊ ഇതില് രണ്ട് പക്ഷികൾ കണ്ടില്ല. രണ്ട് പക്ഷികളും ഈ ഒരു പക്ഷിയുടെ ആൺപക്ഷിയാണ് കേട്ടോ. പ്രായപൂർത്തിയാവുന്ന പക്ഷിക്കാണ് ഇത്തരത്തിലുള്ള നല്ല നീളത്തിലുള്ള വാല്. ആൺപക്ഷിക്ക് രണ്ടിനും ഉണ്ടാവും. പ്രായപൂർത്തിയാവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വെള്ള നിറങ്ങൾ ഉണ്ടാവാറുള്ളത്. അതിനു മുമ്പ് ഈ ഒരു ബ്രൗൺ നിറം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പെൺപക്ഷി ആവുന്ന സമയത്ത് അതിന് ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, ശബ്ദം കേൾക്കില്ല. പിന്നെ അത് അതിന്റെ പെൺപക്ഷിയാണ്. പെൺപക്ഷിക്ക് നീളത്തിലുള്ള വാലുകൾ ഉണ്ടാവില്ല. അതേസമയം ബ്രൗൺ നിറത്തിൽ മാത്രമാണ് ഈ പെൺപക്ഷി കാണാറുള്ളത്. ആൺപക്ഷിയെ ബ്രൗൺ നിറത്തിൽ അതേപോലെ തന്നെ വെള്ള നിറത്തിൽ കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇത് റൂഫസ് ട്രീപ്പൈ എന്ന് പറയുന്ന നാട്ടിലെ ഓലഞ്ഞാലി എന്ന് പറയുന്ന പക്ഷി. ഒലയുടെ അറ്റത്ത് വന്നിട്ട് ഒലയുടെ അറ്റത്തുള്ള ചെറിയ പുഴുക്കളെയൊക്കെ കഴിച്ച്, അതായത് അറ്റത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ബാലൻസ് കിട്ടൂല അല്ലെ. ഓലയുടെ അറ്റം ഇങ്ങനെ ആടും. ആ സമയത്ത് എന്ത് ചെയ്യും, അവിടെയുള്ള പുഴുക്കളൊക്കെ ഇങ്ങനെ കഴിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് അതിന് ഓലഞ്ഞാലി എന്നുള്ള പേര് വന്നത്. ഓലയുടെ മുകളിൽ നിന്ന് ആടുന്ന രീതിയിൽ അങ്ങനെയാണ് ഓലഞ്ഞാലി പേര് വന്നത്. പിന്നെ ഇത് മറ്റൊരു പക്ഷി നമ്മുടെ ബ്ലാക്ക് ഫുഡഡ് ഓറിയൽ എന്ന് പറയുന്ന മഞ്ഞക്കറുപ്പൻ എന്ന് പറയുന്ന പക്ഷി. മഞ്ഞക്കറുപ്പനുണ്ട്, അതേസമയം നമുക്ക് മഞ്ഞക്കിളിയുണ്ട് കേട്ടോ. രണ്ട് പക്ഷികളുണ്ട്. മഞ്ഞക്കറുപ്പൻ എന്ന് പറയുന്ന പക്ഷി നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു പക്ഷിയാണ്. അതേസമയം മഞ്ഞക്കിളി എന്ന് പറയുന്ന പക്ഷി ഒരു മൈഗ്രേറ്ററി, അതായത് ദേശാടനം ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് വരാറുള്ള ഒരു പക്ഷിയാണ്. എന്തിനെ പെട്ടെന്ന് പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാറിപ്പോയിരുന്ന പേര് മഞ്ഞക്കറുപ്പൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മഞ്ഞക്കറുപ്പൻ മഞ്ഞക്കിളി തമ്മിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ മഞ്ഞക്കറുപ്പൻ എന്ന് പറഞ്ഞ പക്ഷിയുടെ തലഭാഗത്ത് നമുക്ക് ബ്ലാക്ക് കളറും അതേസമയം കണ്ണിന് നല്ല റെഡ് കളറും പറ്റും. അതേപോലെ നമ്മുടെ മഞ്ഞക്കിളിയുടെ തലഭാഗം എന്ന് പറയുന്നത് യെല്ലോ കളർ തന്നെയായിരിക്കും ഉണ്ടാവും. പിന്നെ കണ്ണിന്റെ ആ ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറുത്ത ഒരു ലൈന് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പേര് പലരോടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. എല്ലാവരും കരുതുന്നത് മഞ്ഞക്കിളി മഞ്ഞക്കറുപ്പനൊക്കെ ഒന്നാണെന്നാണ്. അങ്ങനെയല്ല, മഞ്ഞക്കിളി മഞ്ഞക്കറുപ്പൻ രണ്ട് പക്ഷികളാണ് കേട്ടോ. ഇനി മറ്റൊരു പക്ഷിയെ പറ്റി നോക്കാം. ആനറാഞ്ചി, ബ്ലാക്ക് ട്രോങ്കോ എന്ന് പറയും. ആനറാഞ്ചി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഇത് ആനയെ പിടിക്കുന്ന പക്ഷിയാണോ എന്ന് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. ആനറാഞ്ചി എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണം ഈ ഒരു പക്ഷിയുടെ ധൈര്യമാണ് കേട്ടോ. അതായത് ഈ ഒരു പക്ഷിയേക്കാൾ വലിപ്പമുള്ള ഈ പക്ഷിയേക്കാൾ ഇരട്ടി അതിനേക്കാളൊക്കെ വലിപ്പമുള്ള പക്ഷികൾക്ക്, ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയ നമ്മൾ നേരത്തെ കണ്ട മൂങ്ങയൊക്കെ അല്ലേ, മൂങ്ങ അതുപോലെ തന്നെ വലിയ പരുന്തുകളൊക്കെ അങ്ങോട്ട് കയറിയിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഇവരെ ആനറാഞ്ചി പക്ഷി എന്ന് പറയുന്നത്. ഇത് മറ്റൊരു ഡ്രോങ്കാണ്, ലളിത കക്ക എന്ന് പറയും. നമ്മുടെ ആനറാഞ്ചി പക്ഷിയുടെ കുടുംബത്തിൽ വരുന്നതാണ്. ഇവർക്കും വളരെ ധൈര്യശാലികളാണ്. ചെറിയ ഗ്രൂപ്പ് 1, 2 അല്ലെങ്കിൽ 3, 4 ഒക്കെ ഉള്ള ചെറിയ ഗ്രൂപ്പ് ഒക്കെ ആയിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. വൈകുന്നേരങ്ങളിൽ അതുപോലെ തന്നെ രാവിലെയൊക്കെയാണ് ഈ പക്ഷികൾ പൊതുവെ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത്. ഇത് എന്റെ വീട്ടില് കൂടുണ്ടാക്കിയ സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ഇത്തരത്തിലുള്ള ചെറിയ കൂടുണ്ടാക്കിയ നമ്മുടെ ചക്കണ്ടാകുന്ന പ്ലാവിന് മുകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പക്ഷികൾ ഈ പക്ഷി കൂടുണ്ടാക്കുന്നത്. ചെറിയ കൂടായിരിക്കും. ആ കൂട്ടില് 3 അല്ലെങ്കിൽ മാക്സിമം 3 അല്ലെങ്കിൽ 4 മുട്ടകളൊക്കെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു പക്ഷി കൂടുണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പക്ഷിയുടെ അതായത് കൂടിന്റെ അടുത്തേക്ക് വരുന്ന മറ്റുള്ള പക്ഷികൾ, ഏത് പക്ഷിയാണെങ്കിലും ആ പക്ഷികളൊക്കെ അങ്ങോട്ട് കയറിയിട്ട് അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരു സ്വഭാവം ഈ പക്ഷികൾക്കുണ്ട്. അതായത് കുട്ടികളെ ആക്രമിക്കാൻ വരുന്നതാണെന്ന് കരുതിയിട്ട് ആ ഒരു പരിസരത്ത് മറ്റൊരു ഈ പക്ഷികളെ അടുപ്പിക്കാറില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പക്ഷിയുടെ കൂടിനോട് അനുബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അടുത്തൊക്കെ ആയിട്ട് അവരുടെ കൂടുണ്ടാകും. കാരണം എന്ത് ചെയ്യുന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാമല്ലോ. കാരണം ഇവര് ഭയങ്കര ധൈര്യശാലികളാണ്. അപ്പോൾ ആ ധൈര്യശാലി ഉള്ളതുകൊണ്ട് മറ്റുള്ള പക്ഷികൾ കൂടുണ്ടാക്കുമ്പോൾ അവരെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷണം കിട്ടുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കൗതുകകരമായ കാഴ്ചകൾ നമ്മുടെ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. ഇത് മറ്റൊരു പക്ഷിയാണ്, റക്കറ്റ് ടെയിൽ ഡ്രോങ്കോ എന്ന് പറയും, കാടുമുഴക്കി എന്ന് പറയും.
നല്ല നീളത്തിലുള്ള 2 വാലുകളൊക്കെ ഉണ്ട് ഈ ഒരു പക്ഷിയുടെ പ്രത്യേകത. ഇത് നമ്മുടെ ഡ്രോങ്കോ പക്ഷിന്റെ ഇതിൽ പെടുന്നതാണ്. ഇത് നമ്മുടെ അണീബസ് ഓറിയന്റൽ അണീബസ് എന്ന് പറയുന്നത് തേൻ കൊതിച്ച് പരുന്ന് എന്ന് പറയുന്ന പക്ഷിനെ ഈ ഡ്രോങ്കോ പക്ഷി അറ്റാക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അത്രയും ധൈര്യശാലികളാണ് ഈ നമ്മുടെ ഡ്രോങ്കോ വിഭാഗത്തിലുള്ള പക്ഷികൾ. ഇത് നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളിലൊക്കെ സാധാരണയായിട്ട് കാണാറുള്ള മറ്റൊരു പക്ഷിയാണ് നാട്ടുവേലിത്തത്ത എന്ന് പറയുന്നത്. ഗ്രീൻ ബീറ്റർ എന്ന് പറയുന്ന പക്ഷി, വേലിത്തത്ത എന്ന് പറയും. ഗ്രീൻ ബീറ്റർ ഇവര് കൂടുതലും തേനീച്ചകളൊക്കെ കഴിക്കുന്നത്, അതുകൊണ്ടാണ് ബീറ്റർ എന്നുള്ള പേര് വന്നത്. തേനീച്ചകളെ മാത്രമല്ല, തുമ്പികളും അതുപോലെ തന്നെ ചെറിയ ചിത്രശലഭങ്ങളും ചെറിയ ഇൻസെക്റ്റുകൾ, ചെറിയ വണ്ടുകളൊക്കെ അവർ കഴിക്കാറുണ്ട്. പറന്നു പോയിട്ട് ഇപ്പം തുമ്പി പറന്നു പോവുകയാണെങ്കിൽ ആ പറന്നു പോകുന്ന തുമ്പിയെ പെട്ടെന്ന് പോയിട്ട് പിടിച്ചിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. രസമാണ് ഇവരുടെ കാഴ്ചകളൊക്കെ കാണാൻ. ഇത് ഗ്രീൻ ബീറ്റർ മറ്റൊരു ഫോട്ടോ ആണ്. ഇത് മറ്റൊരു ഗ്രീൻ ബീറ്റർ ആണ്. ചെന്തലേന് വേലിത്തത്ത എന്ന് പറയും. ചെസ്റ്റ്നട്ടഡ് ബീറ്റർ എന്ന് പറയും. ഇതും നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഇത് മറ്റൊരു പക്ഷിയാണ് തത്തച്ചിന്നൻ വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറയും. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ വാഴക്കുല അല്ലെങ്കിൽ വാഴപ്രദേശങ്ങളൊക്കെ പോയാൽ വാഴക്കുല ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ ഞങ്ങൾ ഇവിടെ കാമ്പ് എന്ന് പറയാം. കാമ്പുണ്ടാകുന്ന സമയത്ത് അതിലുള്ള തേന് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷി വരാറുണ്ട്. ഇതെന്റെ നാട്ടിൽ നിന്ന് ഞാൻ എടുത്തൊരു ഫോട്ടോയാണ്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വാഴയുടെ കാമ്പുണ്ടാകുന്ന സമയത്ത്, കൂമ്പുണ്ടാകുന്ന സമയത്ത്, തേനുണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ ഈ ഒരു പക്ഷി വരുന്ന തേൻ കഴിക്കുന്നതെല്ലാം കാണാൻ പറ്റും. തത്തച്ചിന്നൻ എന്നാണ് ഈ ഒരു പക്ഷിന്റെ പേര്. വെർണൽ ഹാങ്ങിങ് പാറ്റ് എന്ന് പറയുന്നത്, അതായത് ഹാങ് ചെയ്ത രീതിയിൽ പക്ഷി കണ്ടില്ല, തലകീഴായി നിന്നിട്ടാണ് തേന് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ വെർണൽ ഹാങ്ങിങ് പാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൺപക്ഷിയും പെൺപക്ഷിയും കൂടെ തേൻ കഴിക്കാൻ വന്ന ഫോട്ടോ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലും കാണാറുള്ള മറ്റൊരു പക്ഷിയാണ് തീക്കുരുവി എന്ന് പറയും. ഓറഞ്ച് മിനിവെറ്റ് എന്ന് പറയും. ഇതേപോലെ തന്നെ മറ്റൊരു പക്ഷിയുണ്ട്, തീച്ചിന്നൻ എന്ന് പറയുന്ന പക്ഷി, സ്മോൾ മിനിവെറ്റ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പക്ഷേ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സെയിം ആണെന്ന് കരുതും. അങ്ങനെയല്ല. നമ്മുടെ തീക്കുരുവിയുടെ ആൺപക്ഷിക്കാണ് നല്ല ചുവന്ന നിറ ചെറു അതുപോലെ തന്നെ ബ്ലാക്ക് കളറുള്ളത്. പെൺപക്ഷിക്ക് മഞ്ഞയും ബ്ലാക്കും ആണ് വരുന്നത്. അതേസമയം നമ്മുടെ തീച്ചിന്നൻ എന്ന് പറയുന്ന പക്ഷിയുടെ തലഭാഗങ്ങളിൽ ഗ്രേ കളറും അടിഭാഗങ്ങളിൽ ഓറഞ്ചും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ ചേർന്നിട്ടുള്ള നിറാണുള്ളത്. അപ്പൊ ഇതിനെ രണ്ടിനെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ തിരിച്ചറിയാൻ പറ്റും. ഇനി നമുക്ക് തേൻകിളികൾ ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ അതൊരു കൂട് കണ്ടില്ലേ, അപ്പൊ തരത്തിലുള്ള ഒരുപാട് തേൻകിളികളുണ്ട്. മഞ്ഞ തേൻകിളിയാണ് ഇപ്പൊ ഇതിലുള്ളത്. പർപ്പിൾ റംബിൾ സൺബേർഡ് എന്ന് പറയും. പിന്നെ ഇത് മറ്റൊരു പക്ഷിയാണ് ഉപ്പൻ ഗ്രേറ്റ് കൗക്കൽ എന്ന് പറയും. ഇതും ഒരുപാട് സേവനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, സേവനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞില്ലേ, ഇത് പല്ലീനെ കഴിക്കുന്ന കൂട്ടാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളൊക്കെ സാധാരണയായിട്ട് കാണുന്ന മറ്റൊരു പക്ഷിയാണ് ഇന്ത്യൻ ഹോൺഡ് ഹെറോൺ എന്ന് പറയും. കുളക്കൊക്ക് എന്നാണ് ഈ പക്ഷിയുടെ മലയാളത്തിലുള്ള പേര്. കുളത്തിന്റെ സൈഡിലൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും ഇതിന് കുളക്കൊക്ക് എന്നുള്ള പേര് വന്നത്. ഇത് അതായത് മേറ്റിംഗ് ബ്രീഡ് ചെയ്യുന്ന സമയത്ത്, കുട്ടികൾ ഇണചേരാൻ ആവുന്ന സമയത്ത് ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ നേരിടുന്ന ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള തൂവലുകൾക്ക് ആ സമയത്ത് ഒരു പുതിയ രീതിയിലുള്ള തൂവലുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാലിമുണ്ടി കാറ്റിൽ അഗ്രിറ്റ് എന്ന് പറയുന്ന പക്ഷി. ഇത് മറ്റൊരു മുണ്ടിയാണ്, പെരുമുണ്ടി എന്ന് പറയും. ഇരൈറ്റ് അഗ്രിറ്റ് എന്ന് പറയും. പിന്നെ ഇത് വെസ്റ്റേൺ ട്രീ ഫെറോൺ, തിരമുണ്ടി എന്ന് പറയും. ഇതിനധികം വയലിൽ കാണാറുണ്ട്, അപ്പുറത്ത് കാണാറുണ്ട്. എന്നാലും കൂടുതലും തീരപ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. ഇത് മറ്റൊരു പക്ഷിയാണ്, ചായമുണ്ടി എന്ന് പറയും. പർപ്പിൾ ഹെറോൺ എന്നാണ് പറയുക. ഈ പക്ഷിനെ പിന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര വലിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കി ക്രാ എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയിട്ട് വലിയ ചിറകുകൾ അടിച്ച് ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ പറ്റും. അല്ലാത്ത സമയത്ത് നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. കാരണം ഇതിന്റെ കഴുത്ത് എന്ന് പറയുന്നത് നല്ല നീളത്തിലുള്ള കഴുത്താണ്. അപ്പൊ നീളത്തിലുള്ള കഴുത്ത് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷെ ശ്രദ്ധിക്കണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നെങ്കിൽ വലിയ പാമ്പൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് പലരും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷിയെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. നല്ല നീളത്തിലുള്ള കഴുത്താണ്. പിന്നെ അതുപോലെ തന്നെ തവള, അതുപോലെ തന്നെ ചെറിയ മീനുകള്, ചെറിയ തുമ്പികളൊക്കെ ഈ ഒരു പക്ഷി ആഹാരമാക്കാറുണ്ട്. ഇത് ഇന്ത്യൻ ബുൾഫ്രോഗ് എന്ന് പറയുന്ന പോക്കാച്ചി തവള എന്ന് പറയുന്ന ഒരു തവളേനെ ഇത് കഴിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇത് പക്ഷേ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇത് നമ്മുടെ ചേരാക്കൊക്കൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. ഏഷ്യൻ ഓപ്പൺ ബിൽ സ്റ്റോക്ക് എന്ന് പറയും. പക്ഷിയുടെ ചേരാക്കൊക്ക് എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണം ഈ ഒരു പക്ഷിയുടെ കൊക്കുകളുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ, കൊക്കുകൾ തമ്മിൽ ചേരാത്ത രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ
ചേരാക്കൊക്കൻ, ചേരാത്ത കൊക്ക് എന്നുള്ള രീതിയിലാണ് ആ ഒരു പേര് വന്നത്, ചേരാക്കൊക്കൻ എന്നുള്ള പേര് വന്നത്. പിന്നെ ഈ കൊക്ക് കൂടുതലും ഭക്ഷണമാക്കുന്നത് നമ്മുടെ നാട്ടിലെ വനപ്രദേശങ്ങളിലൊക്കെ കാണാറുള്ള ഞമണിക്ക, നൊച്ചിക്ക എന്നൊക്കെ പറയുന്ന ഈ ഒരു ആപ്പിൾ സ്നേക് എന്ന് പറയുന്ന ഈ ഒരു ജീവിനെയാണ്. എന്റെ നാട്ടിലൊക്കെ ഒരുപാട് ഈ ഒരു ജീവി ഒരുപാട് പിന്നെ ഇത് ഒത്തിരി സ്പീഡിൽ പോട്ടെ, പക്ഷികളുടെ ചിത്രങ്ങൾ പേരുകൾ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പോവാം. ഇത് മറ്റൊരു പക്ഷിയാണ് കന്യാസ്ത്രീ കൊക്ക്. ഇത് നമ്മുടെ നാട്ടിലെ വനപ്രദേശങ്ങളിൽ ഇപ്പോൾ സാധാരണയായിട്ട് കാണാറുണ്ട്. ബ്ലാക്ക് ഹെഡഡ് ഐബിസ് എന്ന് പറയുന്ന കഷണ്ടി കൊക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. ഇത് അതേപോലെ കഷണ്ടി കൊക്കിനെ പോലെ തന്നെ മറ്റൊരു പക്ഷി ചെമ്പൻ അരിവാൾ കൊക്ക് എന്ന് പറയുന്ന ഗ്ലോസി ഐബിസ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. പിന്നെ ഇത് നമ്മളെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള കുളക്കോഴി, വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ എന്ന് പറയുന്ന കുളക്കോഴി എന്ന് പറയുന്ന പക്ഷി. പിന്നെ ഇത് നീലക്കോഴി. ഇത് മറ്റൊരു പക്ഷിയാണ് ചെറിയ നീർക്കാക്ക എന്ന് പറയും. വെള്ളത്തിനടിയിൽ പോയിട്ട് മത്സ്യങ്ങളൊക്കെ പിടിച്ച് കഴിക്കാറാണ് ചെയ്യുന്നത് നീർക്കാക്ക. വെള്ളത്തിനടിയിൽ ഒരുപാട് സമയം നിന്നിട്ട് മത്സ്യങ്ങളൊക്കെ പിടിക്കാനുള്ള കഴിവുണ്ട്. ഇത് മറ്റൊരു പക്ഷിയാണ് തെറ്റിക്കൊക്കൻ എന്ന് പറയും. ഇത് മറ്റൊരു പക്ഷി ചെറിയ കടലാള. ഇത് വേറൊരു പക്ഷിയാണ് ഞെണ്ടുണ്ണി എന്ന് പറയും, ക്രാബ് ഫ്ലവർ എന്ന് പറയും. ഈ പക്ഷി നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കോഴിക്കോട് ഇതെല്ലാം കാപ്പാട് ബീച്ചില് മൂന്നെണ്ണം ഉണ്ടായിരുന്നു. ഗുജറാത്ത് ആ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. നല്ല രസമാണ് ഇവരുടെ ആക്ടിവിറ്റികൾ. കാരണം ബീച്ചിലൊക്കെ കാണുന്ന ഞണ്ടുകളില്ല, ആ ഞണ്ടിനെയാണ് കൂടുതലും കഴിക്കുക. അതുകൊണ്ടാണ് ഇവയെ ഞെണ്ടുണ്ണി എന്നുള്ള പേര് വന്നത്. ഇത് മറ്റൊരു പക്ഷിയാണ് അരയനക്കൊക്ക്, വലിയ അരയനക്കൊക്ക് എന്ന് പറയും. ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വന്നിരുന്നു, എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു. ആ സമയത്ത് അവിടെയുള്ള ആളുകളും പട്ടികളൊക്കെ ചേർന്നിട്ട് അതിനെ ആക്രമിച്ചിട്ട് അത് മരണപ്പെടുകയാണ് ചെയ്തത്. ഇത് കുട്ടിയായിരുന്നു നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നിരുന്നത്. ഇതിൽ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലെ ഫോട്ടോ കോഴിക്കോട് ബീച്ചിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇതും മറ്റൊരു പക്ഷിയാണ് കല്ലുരുക്കി കാട എന്ന് പറയും. ഇത് നീർക്കാട് എന്ന് പറയുന്നത് കോമൺ സാൻഡ് പേപ്പർ എന്ന് പറയുന്ന ഒരു പക്ഷി. പിന്നെ ഇത് അങ്ങാടിക്കുരുവി എന്ന പക്ഷിയാണ്. നമ്മുടെ നാട്ടിലെ അങ്ങാടികളിലൊക്കെ സാധാരണയായിട്ട് കാണാറുണ്ടായിരുന്നു. ഇപ്പം നമ്പർ വളരെ കുറവാണ്, എണ്ണം വളരെ കുറവാണ്. പക്ഷെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ നഗരങ്ങളിലും അല്ലെങ്കിൽ പട്ടണങ്ങളിലൊക്കെ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. ഇത് മറ്റൊരു പരുന്താണ്, ചക്കിപ്പരുന്ത് എന്ന് പറയും, ബ്ലാക്ക് ഐറ്റ് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ഒരു പക്ഷിയാണ്. അതേപോലെ തന്നെ ഇത് മറ്റൊരു പരുന്ത് കൃഷ്ണപ്പരുന്ത്, ബ്രാഹ്മണി കൈറ്റ് എന്ന് പറയുന്ന പക്ഷിയാണ്. കൃഷ്ണപ്പരുന്ത് എന്ന് പറയും. ഈ പക്ഷിയെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. പ്രായപൂർത്തിയായിട്ടുള്ള പക്ഷി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇവരുടെ തലയുടെ ഭാഗങ്ങളിൽ നമുക്ക് വെള്ള നിറം കാണാൻ പറ്റും. വെള്ള അതുപോലെ തന്നെ തവിട്ട് നിറമാണ് ഇവരുടെ തൂവലുകൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് നിറം കാണുന്ന സമയത്ത് നമുക്ക് ഏത് പക്ഷിയാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ശബ്ദങ്ങളും കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ രണ്ട് പരുന്തുകളും ബ്രാഹ്മണി കൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് കൈറ്റ് ഷെഡ്യൂൾ 1 പെട്ടിരിക്കുന്നുണ്ട്. ഇത് അതുപോലെ മറ്റൊരു പക്ഷിയാണ് കാട്ടുകോഴി, ഗ്രേ ജംഗിൾ ഫോൾ എന്ന് പറയും. അതുപോലെ തന്നെ അത് ഷെഡ്യൂൾ 2 പെട്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. കാട്ടുകോഴി അതുപോലെ തന്നെ ചെമ്പൻ മുള്ളൻ കോഴിയും തമ്മിൽ പലരോടും മാറിപ്പോവാറുണ്ട്. ഈ ചെമ്പൻ മുള്ളൻ കോഴിനെ കണ്ടിട്ട് പലരും കാട്ടുകോഴി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, ഇതാണ് നമ്മുടെ ശരിയായ, അതായത് ശരിക്കുള്ള കാട്ടുകോഴി എന്ന് പറയുന്നത്. കാട്ടിൽ കാണാറുള്ള കോഴി കാട്ടുകോഴി എന്ന് പറയുന്ന ശരിയായ കോഴി. ഇതിന്റെ ആൺപക്ഷീനെ കാണാൻ നല്ല മനോഹരമാണ്. പെൺപക്ഷി ചെറുതായിരിക്കും, അതുപോലെ തന്നെ അത്ര നിറങ്ങളൊന്നും ഉണ്ടാവില്ല. ആൺപക്ഷീനെ കാണുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പൂവൻകോഴിയുടെ ഏകദേശം ആ ഒരു രൂപം ഒക്കെ തന്നെയാണ്. നിറങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നാലും ഏകദേശം ആ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അതുപോലെയൊക്കെ തോന്നാറുണ്ട്. അതേസമയം നമ്മുടെ നാട്ടില് ഇപ്പം ഒരു ചില സ്ഥലങ്ങൾ കാണാറുണ്ട് ഈ ചെമ്പൻ മുള്ളൻകോഴി എന്ന് പറയുന്ന ഒരു പക്ഷീനെ, റെഡ് സ്പർഫോ എന്ന് പറയും. ഈ ഒരു പക്ഷി പലരും കാട്ടുകോഴി എന്ന് പറയാറുണ്ടെങ്കിൽ ഇത് ശരിയായ കാട്ടുകോഴിയല്ല. ഇതിന്റെ പേര് ചെമ്പൻ മുള്ളൻകോഴി എന്നാണ്. ഈ ഒരു ചെമ്പൻ മുള്ളൻകോഴി എന്നുള്ള പേര് വരാനുള്ള കാരണം ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, അടിഭാഗത്ത് ഈ പക്ഷിയുടെ കാലിന്റെ അടുത്ത് ഒരു മുള്ളു പോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ചെമ്പൻ മുള്ളൻ കോഴി എന്നുള്ള പേര് വന്നത് കേട്ടോ. ഇത് മറ്റൊരു മനോഹരമായ പക്ഷിയാണ്. നിറത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മനോഹരമാണ്. അതുപോലെ തന്നെ ഇവരുടെ ശബ്ദം, അതായത് ഇവരുടെ മനോഹരമായ ആലാപനം കേൾക്കാൻ വളരെ രസമാണ്. പ്രത്യേകിച്ച് കാടിനോട് അടുത്തുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് പുലർച്ചെ ഈ ഒരു പക്ഷിയുടെ മനോഹരമായ സംഗീതം കേൾക്കാൻ പറ്റും കേട്ടോ. മലബാർ വിസിലിംഗ് ത്രഷ് എന്നാണ് ഇതിന്റെ, ചൂളക്കാക്ക എന്നാണ് ഇതിന്റെ ഒരു പേര്.
വിളിക്കുന്നത് പോലെയാണ് ഇവരുടെ ശബ്ദമുള്ളത്. അതുകൊണ്ട് അവയെ ചൂളക്കാക്ക എന്നുള്ള പേര് വന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ കാണാറുള്ള നാല് ഇനത്തിലുള്ള വേഴാമ്പലുകളാണ്. ഒന്ന് പാണ്ടൻ വേഴാമ്പല്, നാട്ടുവേഴാമ്പല്, കോഴി വേഴാമ്പല്, അതുപോലെ തന്നെ നമ്മുടെ മലമുഴക്കി വേഴാമ്പല്. വേഴാമ്പലുകളെ പറ്റി കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമ്മുടെ കോഴി വേഴാമ്പല് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ എൻഡമിക് ആണ്. തരത്തിലുള്ള വലിയ മരത്തിന്റെ പൊട്ടുകളിലാണ് നമ്മുടെ വേഴാമ്പല് എല്ലാ തരത്തിലുള്ള വേഴാമ്പലുകളും കൂടുണ്ടാക്കുന്നത്. അതിലെല്ലാവർക്കും അറിയുന്നത് പോലെ ആൺപക്ഷിയാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്. പെൺപക്ഷി കൂട്ടിലടയിരിക്കുന്നു, കൂടടയ്ക്കുന്നു. ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നാലും നമ്മുടെ ഒരു ആൺപക്ഷി കൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് അവരുടെ ഭക്ഷണം കളക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ തൊണ്ടയിലുള്ള ഒരു ഗണസഞ്ചി എന്ന് പറഞ്ഞൊരു ഒരു അവയവമുണ്ട്, പൗച്ച് പോലുള്ള അവയവം. അപ്പൊ അതിൽ ഏകദേശം 100 കണക്കിന് പഴങ്ങൾ ശേഖരിച്ച് വെക്കാനുള്ള കഴിവ് ഈ ഒരു പക്ഷികൾക്കുണ്ട്. അതായത് കൂട്ടിലുള്ള അമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഭക്ഷണം ശേഖരിച്ച്, അതായത് 100 കണക്കിന് ഭക്ഷണങ്ങൾ ശേഖരിച്ച് വെക്കാനുള്ള ഒരു ഗണസഞ്ചി എന്ന് പറയുന്ന ഒരു അവയവം ഈ പക്ഷിയുടെ ശരീരത്തിലുണ്ട്. അതിലാണ് ഈ പക്ഷികള് ഭക്ഷണം കളക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ. അതേപോലെ തന്നെ നമുക്ക് 5 കഴുകൻ പക്ഷികളെ പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മനുഷ്യനെ വന്നിട്ട് റാഞ്ചി കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് വന്നിട്ട് അത് കഴിക്കുന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ കൊത്തി പരിക്കേൽപ്പിക്കും, അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയല്ല. ഈ കഴുകൻ എന്ന് പറയുന്ന പക്ഷി ചത്ത് കിടക്കുന്ന, അതായത് മരിച്ചു കിടക്കുന്ന ജീവികളെ മാത്രമാണ് ഇവ ഭക്ഷണമാക്കാറുള്ളൂ. അല്ലാതെ പരിധിനെ പോലെ പിന്നെ പറന്നു വന്നിട്ട് ഏത് ജീവിയാണെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് കഴിക്കാനുള്ള കഴിവൊന്നും ഈ കഴുകന്മാർക്കില്ല. കഴുകന്മാരെന്ന് പറയുന്നത് നമ്മുടെ കാടിന്റെ ഒരു ആരോഗ്യം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാടിനെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവിയാണ് നമ്മുടെ കഴുകന്മാർ. കാരണം കാട്ടിലെ ഇത്തരത്തിലുള്ള മാംസാഹാരികളായിട്ടുള്ള ജീവികളെ മാനിനെയൊക്കെ പിടിച്ചു കഴിക്കുന്ന സമയത്ത് അവിടെ വേസ്റ്റ് വരും, അല്ലെ? ഭക്ഷണത്തിലെ വേസ്റ്റ് വരും. അതായത് മാനിന്റെ ചെറിയ മാംസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ ആ ഒരു ഇത്തരത്തിലുള്ള മാംസങ്ങളെ ഭക്ഷണമാക്കുന്ന ഒരു പ്രധാന ജോലിയാണ് നമ്മുടെ കഴുകന്മാർക്കുള്ളത്. അപ്പം ആ ഒരു ഭക്ഷണം അവിടെ കഴിച്ചില്ല, അതായത് ഇല്ലെങ്കിൽ ഇപ്പൊ കഴുകന്മാരില്ലാത്ത ഒരു കാടാണെങ്കിൽ, അല്ലെങ്കിൽ കഴുകന്മാർ അത് കഴിക്കുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മറ്റുള്ള ജീവികൾ അത് കഴിക്കുന്നില്ലെങ്കിൽ അവിടെ പലതരത്തിലുള്ള വൈറസുകൾ ഉണ്ടാവാൻ ഒരു കാരണമാവും. അവിടെ എല്ലാം പിന്നെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള വൈറസുകൾ പൊട്ടിപ്പുറപ്പെടും. അപ്പൊ അത് മറ്റുള്ള മൃഗങ്ങളൊക്കെ മറ്റു അസുഖങ്ങൾ വന്നിട്ട് മരണപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള വേസ്റ്റുകൾ, ഇത്തരത്തിലുള്ള മാംസത്തിന്റെ ഭാഗങ്ങളൊക്കെ, അല്ലെങ്കിൽ മാംസത്തിന്റെ വേസ്റ്റ് ഒക്കെ കഴിച്ച് ആ ഒരു കാടിന്റെ ഒരു ഹെൽത്തി ഒരു ഇക്കോസിസ്റ്റം നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പക്ഷികളാണ് നമ്മുടെ കഴുകന്മാര്. കഴുകന്മാരെ പറ്റി പറയാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് സമയം ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ഇപ്പം കേരളത്തിൽ നമ്മുടെ വയനാട്ടിലാണ് കഴുകന്മാരെ കൂടുതലായിട്ട് കാണാറുള്ളത്. കണ്ണൂർ കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. എന്നാലും നമ്മുടെ വയനാട്ടിലാണ് കൂടുതലും കഴുകന്മാരെ കാണാറുള്ളത്. ഇത് വയനാട്ടിൽ കാണാറുള്ള റെഡ് ഹെഡഡ് വൾച്ചർ എന്ന് പറയുന്ന കാതിലി കഴുകൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അതേപോലെ തന്നെ ഇത് വൈറ്റ് റംബഡ് വൾച്ചർ, ചുട്ടിക്കഴുകൻ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഈ 2 കഴുകന്മാരെ നമുക്ക് വയനാട്ടിൽ എല്ലാ സമയങ്ങളിലും കാണാറുണ്ട് കേട്ടോ. ഇത് പറയണ്ടല്ലോ, നമ്മുടെ മയിലാണ്, ആൺമയിലാണ്. പിന്നെ ഷെഡ്യൂൾ 1 പെട്ടിരിക്കുന്നുണ്ട് നമ്മുടെ മയില്. അതേപോലെ തന്നെ ഇത് മറ്റൊരു പക്ഷി മാക്കാച്ചിക്കാട എന്ന് പറയും, ഫ്രോക്ക് മൗത്ത് എന്ന് പറയും. ഇത് നമ്മുടെ അമ്പലപ്രാവ്. ഇത് മറ്റൊരു പ്രാവാണ്, മരതകപ്രാവ്. ഇത് മഞ്ഞക്കാലി പച്ചപ്രാവ് എന്ന് പറയുന്ന മറ്റൊരു പക്ഷിയാണ്. ഇത് മലബാർ ട്രോഗൺ എന്ന് പറയുന്ന തീക്കാക്ക എന്ന് പറഞ്ഞ പക്ഷിയാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാൻ? നല്ല മനോഹരമായ ഒരു പക്ഷിയാണ്. ആൺപക്ഷിയാണ് ഇടത് സൈഡിലുള്ളത്, പെൺപക്ഷിയാണ് വലത് സൈഡിലുള്ളത്. ആൺപക്ഷി നല്ല ചുവന്ന നിറത്തിലായിരിക്കും കാണാൻ പറ്റുക. അതേപോലെ തന്നെ പെൺപക്ഷി ഒരു ബ്രൗൺ നിറത്തോട് കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്. നമുക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് ആൺപക്ഷീനെ പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതിൽ ആ ഒരു ചുവന്ന നിറം കാണുന്നതോടുകൂടി അത്. പിന്നെ ഇത് മുനിയ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളാണ്. റെഡ് മുനിയുണ്ട്, ബ്ലാക്ക് ഹെഡഡ് മുനിയുണ്ട്, ബ്ലാക്ക് മുനിയുണ്ട്. പിന്നെ ഇത് മറ്റൊരു പരുന്താണ്, ചുട്ടിപ്പരുന്ത് എന്ന് പറയും. ക്രസ്റ്റഡ് സർപ്പന്റ് ഈഗിൾ എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര്. പാമ്പുകളിലാണ് ഈ പക്ഷി കൂടുതലായിട്ട് കഴിക്കുന്നത്. പാമ്പിനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയാണ്. അതുകൊണ്ടാണ് ഇതിനെ
ക്രസ്റ്റഡ് സെർപ്പന്റ് ഈഗിൾ എന്നുള്ള പേര് വന്നത്. സെർപ്പന്റ് ഈഗിൾ എന്നുള്ള പേര് വന്നത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഈ പക്ഷികള് പ്രത്യേകിച്ച് പരുന്ത് പക്ഷികളൊക്കെ എന്ത് ചെയ്യും, ഒരു ചൂടാവുന്ന സമയത്ത് ഒരു 10 മണിക്ക് ശേഷം 11 മണിയൊക്കെ ആവുന്ന സമയത്താണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. പിന്നീട് ആ ഒരു സമയത്തൊക്കെ ബേഡിങ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരുന്തുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ലാപ്റ്റേഴ്സിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ കണ്ട തേൻകുതിച്ചി പരുന്ത് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ഇത് കിന്നരി പരുന്ത്, ക്രസ്റ്റഡ് ഹോക്കീകൾ എന്ന് പറയുന്ന പരുന്താണ്. ഇത് പ്രാപ്പിഴി എന്ന് പറയുന്ന പക്ഷി നമ്മുടെ വീട്ടിലുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു പക്ഷിയാണ്. ഇതിന്റെ ആൺപക്ഷിയുടെ കണ്ണിനായിരിക്കും നല്ല ചുവന്ന നിറം ഉണ്ടാവുക, പെൺപക്ഷിയുടെ കണ്ണിന് മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. പണ്ടൊക്കെ വീട്ടില് നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ വളർത്തുന്ന സമയത്ത് ഈ പക്ഷിയായിരുന്നു കൂടുതലും കോഴിക്കുട്ടികളൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പരുന്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിക്കറൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന പക്ഷികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കാലുകൾക്ക് ഭയങ്കര ഷാർപ്പായിരിക്കും. മറ്റുള്ള ജീവികളൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ പിടിച്ച് കൊണ്ടുപോകാനുള്ള അത്രയും ഷാർപ്പായിട്ടുള്ള മൂർച്ചയേറിയ കാലുകളായിരിക്കും ഇത്തരത്തിലുള്ള പക്ഷികൾക്ക് ഉണ്ടാവുക. ഇത് നമ്മൾ നേരത്തെ ടേക്കുയിൽ എന്ന് പറയുന്ന കോമൺ ഹോപ്പ് ഒപ്പു എന്ന് പറയുന്ന മറ്റൊരു പക്ഷിയാണ്. ഇത് മറ്റൊരു കുയിലാണ്, നാട്ടുകുയില്. ഇതിന്റെ ആൺപക്ഷിയാണ് ബ്ലാക്ക് കളർ ഉണ്ടാവുക. അതേസമയം പെൺപക്ഷിക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള കോട്ടുകളുള്ള പക്ഷിയായിരിക്കും. ഇതിന് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പലരും കരുതുന്നത് രണ്ട് പക്ഷിയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇത് ആൺപക്ഷിയാണ്, മറ്റേത് പെൺപക്ഷിയാണ്. ഇത് മറ്റൊരു കുയിലാണ്, കൊമ്പൻ കുയിൽ എന്ന് പറയും. ഹൈഡ് കുക്കു എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷിലുള്ള പേര്. പിന്നെ ഇതിപ്പോ നമ്മുടെ നാട്ടിലെ വയൽ പ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ സാധാരണ കാണാറുള്ള, കൂട്ടമായിട്ട് കാണാറുള്ള ഒരു പക്ഷിയാണ് ചൂളം നേരണ്ട എന്ന് പറയുന്ന ലെസർ വിസിലിംഗ് ഡക്ക് എന്ന് പറയുന്ന ഒരു പക്ഷി. വലിയ കൂട്ടങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ വയൽ പ്രദേശങ്ങളിൽ കാണാറുള്ളത്. ഇത് മൂങ്ങകളാണ്. മൂങ്ങകൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം 14 ഇനത്തിലുള്ള മൂങ്ങകളുണ്ട്. അതില് സാധാരണയായിട്ട് കാണുന്ന ഒരു അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് മൂങ്ങയും നത്തും പലരും മറ്റുള്ള അല്ലെങ്കിൽ 2 തരത്തിലാണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, മൂങ്ങ വിഭാഗത്തിലുള്ള വലിപ്പം കുറഞ്ഞ അല്ലെങ്കിൽ മൂങ്ങ അല്ലെങ്കിൽ കൂമ വിഭാഗത്തിലുള്ള വലിപ്പം കുറഞ്ഞ പക്ഷികളാണ് നമ്മൾ നത്ത് എന്ന് പറയുന്നത് കേട്ടോ. മൂങ്ങ വിഭാഗത്തിൽ അല്ലെങ്കിൽ കൂമൻ വിഭാഗത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ പക്ഷികളാണ് നത്ത് എന്ന് പറയാം. അതേപോലെ തന്നെ പിന്നെ മൂങ്ങനെ കൂമൺ, അതുപോലെ തന്നെ മൂങ്ങ, അതുപോലെ തന്നെ കൂമൺ എന്നും പറയാറുണ്ട്. ഇത് ചെമ്പൻ നത്ത് എന്ന് പറയുന്ന പക്ഷിയാണ്, ജംഗിൾ ഔൾട്ട് എന്ന് പറയും. ഇത് പുള്ളി നത്ത്, സ്പോട്ടഡ് ഔൾട്ട് എന്ന് പറയും. ഇത് മീൻകൂമൻ എന്ന് പറയുന്ന ബ്രൗൺ ഫിഷോൾ എന്ന് പറയുന്ന പക്ഷി. നേരത്തെ ഞാനൊരു എലീനെ പിടിച്ച് പോകുന്ന ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. പേര് മീൻകൂമൻ എന്നാണെങ്കിലും മീനിനെ മാത്രമല്ല കഴിക്കുന്നത്, മറ്റുള്ള ജീവികളെ കഴിക്കാറുണ്ട്. മീൻകൂമൻ എന്നുള്ള പേര് വരാനുള്ള കാരണം ഇവര് രാത്രികാലങ്ങളിൽ എന്ത് ചെയ്യും, ചെറിയ കുളമോ അല്ലെങ്കിൽ വയൽ പ്രദേശങ്ങളൊക്കെ പോയിട്ട് അവിടുന്ന് മീനുകളൊക്കെ പിടിച്ച് കഴിക്കാറുണ്ട്. കാലുകൊണ്ട്, അതായത് ഇങ്ങനെ പറന്നു പോയിട്ട് അല്ല മീനുകളെ പിടിക്കുന്നത്, വെള്ളത്തിനോട് അടുപ്പിച്ച് നിന്നിട്ട് എന്ത് ചെയ്യും, എടുത്തു വരുന്ന മത്സ്യങ്ങളെ കാലുകൊണ്ട് ഇറുക്കിയിട്ട് പിടിച്ചിട്ടാണ് ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ കാലൻകോഴി എന്ന് പറയുന്ന പക്ഷിയാണ്, മോർട്ടൽ വുഡോ എന്ന് പറയും. ഒരുപാട് കഥകളുണ്ട്, അന്ധവിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിട്ടുള്ള ഒരു പക്ഷിയാണ് നമ്മുടെ കാലൻ കോഴി എന്ന് പറയുന്നത്. കാലന്റെ ദൂതന്മാർക്കൊക്കെ നമ്മുടെ പണ്ടുള്ള ആളുകളൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് കരഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് മരണം നടക്കുന്നൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ ഈ ഒരു പക്ഷിന്റെ പുറകിലുണ്ട്. ഇതാണ് നമ്മുടെ കാലൻ കോഴി എന്ന് പറയുന്ന പക്ഷി. അതുപോലെ തന്നെ ഊവ എന്നുള്ള രീതിയിൽ എന്താ ഒരു ഭീതി പരത്തുന്ന രീതിയിലാണ് ഈ പക്ഷിയുടെ ശബ്ദം. അപ്പം പോവാന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആ ഒരു ശബ്ദത്തിന് കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ കാലന്റെ, അതായത് കാലം വന്ന് വിളിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്, പോവാന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് കാലൻ കോഴി എന്നുള്ള പേര് വന്നത്. ഒരു പാവം പക്ഷിയാണ്, നമ്മളെ കണ്ടാല് ഒരു എന്താ പറയാ, അത്രയും സാധുവായിട്ടുള്ള ഒരു പക്ഷിയാണ്. നല്ല രസമാണ് ഈ പക്ഷിനെ കാണാൻ, മനോഹരമായിട്ടുള്ള ഒരു പക്ഷി കൂടിയാണ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലിപ്പം കാണാറുള്ള, ദശാടനം ചെയ്ത് വരാറുള്ള മറ്റൊരു പക്ഷിയാണ് ഇന്ത്യൻ പിറ്റ എന്ന് പറയുന്ന കാവി എന്ന് പറയുന്ന പക്ഷി. ഇത് ഇന്ത്യയിലെ നവരംഗ് എന്നാണ് പറയുന്നത്. അതായത് നവം എന്ന് പറഞ്ഞാൽ 9 നിറങ്ങളുള്ള, അതായത് 9 നിറത്തിലുള്ള തൂവലുകളുള്ള ഒരു പക്ഷിയാണ് ഇത്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ ഒരു പക്ഷിയുടെ തൂവലുകൾക്ക് നമുക്ക് 9 നിറങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ, അതായത് എന്താ പറയുക, ഇലകൾക്കിടയിലൂടെ ഒക്കെ നടന്ന് ചീകി അവിടെയുള്ള ചെറിയ മണ്ണിരകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻസെക്റ്റുകളൊക്കെയാണ് ഈ പക്ഷി
കഴിക്കുന്നത്. അതേപോലെ തന്നെ ഈ പക്ഷിയെ പോലെ തന്നെ മറ്റൊരു പക്ഷി കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ കുറിക്കണ്ണൻ കാട്ടുപുള്ളി എന്ന് പറയുന്ന ഒരു പക്ഷി. കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആദ്യമായിട്ടൊക്കെ ഇതിനെ കാണുന്ന ആളുകൾ രണ്ടും തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം രണ്ടിന്റെ വലിപ്പം അതുപോലെ തന്നെയാണ്, നിറവും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ നമുക്ക് പിറ്റയ്ക്ക് ഇന്ത്യൻ പിറ്റ എന്ന് പറയുന്ന കാവിക്ക് നല്ല നിറമായിരിക്കും. എന്നാൽ മറ്റേത് കുറച്ചുകൂടി കളറിലെ ഷെയ്ഡിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ കാണുമ്പോൾ ഒരുപോലെ തോന്നാറുണ്ട്. പക്ഷെ ഇതിനെ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. ഈ ഒരു പക്ഷിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം എന്ന് പറയുന്നത് മണ്ണിരയാണ്. മണ്ണിരയാണ് ഇത് കൂടുതലും കഴിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇത്രയും പക്ഷികളാണ്. ഒരുപാട് പക്ഷികളുണ്ട്, എന്നാലും കുറച്ച് നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന കുറച്ച് പക്ഷികളെ പറ്റി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ പക്ഷികൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒന്ന് നമ്മള് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിൽ എന്നാലും ഒരു എന്താ പറയാ, കുറച്ച് ആളുകൾ അവരുടെ മനസ്സൊന്നും മാറാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും പക്ഷികളൊക്കെ കണിവെച്ച് പിടിക്കുക, അല്ലെങ്കിൽ അതിനെ കമ്പ് ചെയ്ത് പിടിക്കുക, അത്തരത്തിലുള്ള ഒരുപാട് പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂടുകൾ നശിപ്പിക്കുക. അപ്പൊ ഒരു പക്ഷി കൂടുണ്ടാക്കിയാൽ ആ കൂടിനെ നശിപ്പിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പക്ഷികൾ, അത് മാത്രമല്ല അവരുടെ ആവാസ വ്യവസ്ഥയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പക്ഷികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള വനപ്രദേശങ്ങളൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കുകളാണ്. ഇപ്പം നേരത്തെ നമ്മൾ മീൻകൊത്തി പക്ഷീന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, മീൻകൊത്തി പക്ഷികള് വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങളൊക്കെ വന്ന് പിടിക്കുന്ന സമയത്ത് ഒരു പക്ഷെ വെള്ളത്തിലേക്ക് മൂന്നിട്ട് പൊന്തുന്ന സമയത്ത് ഒരു പക്ഷെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ കുടുങ്ങി പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. അത്രയും പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ മീൻകൊത്തി പക്ഷിക്കൊന്നും വെള്ളത്തിൽ നിന്ന് മീനെ പിടിച്ച് കിട്ടണമെന്നില്ല, ഒരു പക്ഷെ പ്ലാസ്റ്റിക്കുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ പല ഫാക്ടറികളിലുള്ള ഒരുപാട് പുകകളും അതുപോലെ തന്നെ പല കെമിക്കൽസും ഒക്കെ കാരണമാണ് പക്ഷികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലകളിലൊക്കെ പക്ഷികൾ കുടുങ്ങിയിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പക്ഷികൾ ഇല്ലെങ്കിൽ എന്താണെന്നൊക്കെ ചിലപ്പം ഒരുപാട് ആളുകൾ സംശയിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടാവും. പക്ഷികൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. അപ്പൊ അത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് മറ്റുള്ള ജീവികൾ ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനുഷ്യർക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പക്ഷികളെ പറ്റി പറയാനുള്ളത്. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷെ നമുക്ക് സമയം ഇത്ര ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിർത്താമെന്ന് തോന്നി. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളോട് പറയാനുള്ളതാണ്, നിങ്ങൾ കാണുന്ന ഓരോ പക്ഷികൾ, ഞാൻ നേരത്തെ ഒരു ആപ്പ് പറഞ്ഞു തന്നില്ലേ, കിളി എന്ന് പറഞ്ഞ ഒരു ആപ്പ് പറഞ്ഞു തന്നില്ലേ, ആ ആപ്പില് നിങ്ങൾ കാണുന്ന പക്ഷികൾ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട് പാഡിൽ നിങ്ങൾ കണ്ട പക്ഷികളുടെ ഒന്നുകിൽ മെർലിൻ എന്ന ആപ്പ് ഉപയോഗിക്കാം, ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒരു നോട്ട് പാഡിൽ നിങ്ങൾ കണ്ട പക്ഷികളുടെ പേരുകളൊക്കെ രേഖപ്പെടുത്തി വെക്കാം, അതിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പൊ ഒരുപാട് ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് വെക്കേഷനൊക്കെ വരുന്നുണ്ട്. വെക്കേഷനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പക്ഷികളെ പറ്റി മാത്രമല്ല, ഒരുപാട് ജീവികൾ, ചിത്രശലഭങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും തുമ്പികളാണെങ്കിലും ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രകൃതിയിൽ ഒരുപാട് ജീവികളുണ്ട്, അതിനൊക്കെ പറ്റി നിങ്ങൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ജീവികളിൽ നിന്ന് പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു സംഘടനയോട് എല്ലാവിധ നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. അഭിജിത്തിനെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല തോന്നുന്നു. ആദ്യം പരിചയപ്പെടുത്തിയല്ലോ. ഓക്കെ. എന്നാ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനത്തെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ടൈപ്പ് ചെയ്തിട്ട് ക്യാൻ വി ഗെറ്റ് ഇറ്റ്സ് PDF ഫോർ ഫർദർ റെഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അഭിജിത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഞാൻ PDF ആക്കിയിട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ ശരി, ഗ്രൂപ്പിലിട്ടേക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
അനില ചേച്ചി 2 വാക്ക്. അഭിജിത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ ക്ലാസ് എടുത്തു. കുട്ടികൾക്ക് ഞാൻ ആഗ്രഹിച്ചു പോയി കുറച്ചും കൂടെ കൂടുതൽ